പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകലിൽ കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഒന്നിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ നാട്ടിലും ചിലർ മീറ്റിങ്ങിന് വിളിക്കുമ്പം ആദ്യം ചോദിക്കും, ഞങ്ങളെ കുറച്ച് പേരെ കാണത്തുള്ളൂ, ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പം ചിലർ പറഞ്ഞു, അടുത്ത കാലത്തൊരു പ്രസംഗകനെ വിളിച്ചു, പുള്ളി കാറിൽ കൺവെൻഷന് വന്നിട്ട് കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി നോക്കിയപ്പം ഒരു 60-70 പേരെ ഉള്ളെന്ന് കണ്ടപ്പം പുള്ളി തിരിച്ചുപോയി. നിങ്ങൾക്ക് എൻ്റെ റേഞ്ച് അറിയത്തില്ലേ എന്ന് ചോദിച്ച് തിരിച്ചു പോയെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ ഇവരോടെല്ലാം പറയുന്നൊരു മറുപടി ഇത്രയേ ഉള്ളൂ. പൗലോസ് നമ്മുടെ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ്: മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ, തീത്തോസ് 2:11 എഴുതിയിരിക്കുന്നു, 11:12, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈ മഹാദൈവമായ കർത്താവ്, സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇരിക്കുന്ന കർത്താവ് ഇറങ്ങി വരണമെങ്കിൽ എത്ര പേര് വേണം? പറഞ്ഞേ, പറ. 2-3 പേരുണ്ടെങ്കിൽ ആര് വരും? കർത്താവിനേക്കാളും വലിയ പുള്ളിയാ 50-60 ഉള്ളപ്പോൾ വരാത്തതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പം 2 പേരുണ്ടെങ്കിൽ കർത്താവിന് വരാമെങ്കിലാണോ പിന്നെ ഷമീർ കൊല്ലം? നമ്മളൊന്നും സത്യത്തിൽ ഈ ആളുകളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. 2 പേരുണ്ടെങ്കിൽ കർത്താവ് വരും. കർത്താവ് വന്നില്ലെങ്കിൽ ഇനി 500 പേരുണ്ടായിട്ട് കാര്യമുണ്ടോ? പല കൂട്ടായ്മകൾ. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ചർച്ചിൽ ആൾ കുറവാന്ന് ഓർത്ത് ചില അവിടെ ഇപ്പോൾ ആളില്ല, അല്ലെങ്കിൽ ഇന്നടത്ത് ഈ ആൾക്കൂട്ടമല്ല ദൈവസഭ. എന്നാൽ പിന്നെ ഇവിടെ ആൾ കൂടുന്ന സ്ഥലം ബിവറേജും സിനിമാ തിയേറ്ററും ഒക്കെ അല്ലേ? കള്ളു കുടിക്കുന്നിടത്തൊക്കെ ഇഷ്ടം പോലെ ആളല്ലേ? ആൾ കൂടുന്ന അല്ല ദൈവസഭ. നമ്മൾ കുറച്ച് പേരായാലും ആ സഭയ്ക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, കാഹളനാദത്തിങ്കൽ ഈ 5 പേരും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കും. അതിന് ഞാൻ നാട്ടുഭാഷ പറഞ്ഞാൽ 1000 പന്നിയും വലിച്ചുകൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ല 5 ആട്ടിൻകുട്ടിയും കൊണ്ട് കർത്താവിൻ്റെ സന്നിധി നിൽക്കാൻ കഴിഞ്ഞാൽ അതാണ് ദൈവസഭയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആള് മാറ്ററല്ല. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിച്ച് ആരും ഭാരപ്പെടരുത്. നമ്മൾ വളരെ സന്തോഷത്തോടിരിക്കുക. നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവസാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ആരാധനയിൽ നമ്മളത് അനുഭവിക്കുക. ദൈവസാന്നിധ്യം ആരാധനയിൽ അനുഭവിക്കുക, ശുശ്രൂഷകളിൽ ദൈവാത്മാവ് സംസാരിക്കുക. കർത്താവിൻ്റെ ദാസൻ സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വളരെ സന്തോഷിച്ചു. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കാരാഗ്രഹത്തിലോട്ട് പോയ യോസേപ്പ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച്, ഇന്നായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചു. ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും എല്ലാം യോസേപ്പിൻ്റെ വാർത്ത നിറഞ്ഞു നിൽക്കുന്നപ്പോൾ ഒരാൾ ചോദിച്ചു, തെളിവുണ്ടോ എന്ന് ചോദിച്ചു. മറ്റേ പുള്ളി പറഞ്ഞു, ഉണ്ട്, മുണ്ടുണ്ട്, തെളിവാ, മുണ്ടുണ്ടെന്ന് പറഞ്ഞു. മുണ്ടുണ്ടായിട്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്തംഭിച്ചു പലരും, അല്ലേ? മുണ്ട് തെളിവുള്ള പുള്ളിയാണ് ഇപ്പം മിസ്രയീം ദേശത്തിന് അധിപതിയായി നിൽക്കുന്നു, സ്തംഭിക്കാതിരിക്കുക. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ സത്യത്തിൽ മനസ്സിന് വലിയ സന്തോഷം തോന്നി. കാര്യം മനുഷ്യൻ കാണുന്നതല്ലല്ലോ ദൈവം കാണുന്നത്. സ്തോത്രം. അപ്പം ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്നുള്ളത് ആരാധനയിൽ നമ്മൾ അനുഭവിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടെങ്കിലാണ് ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടെന്ന് മനസ്സിലാകും. അക്ഷരീകമായി കർത്താവിനെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മെപ്പോലെ എന്ന് പറയാൻ കഴിയില്ല, പാപമൊഴികെ നമ്മെപ്പോലെയുള്ള ജഡശരീരം ക്രൂശിൽ തകർക്കപ്പെട്ടു. രൂപാന്തരപ്പെട്ട ശരീരവുമായി കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നാമും ഈ ജഡശരീരം ഉപേക്ഷിച്ച് രൂപാന്തരപ്പെട്ട ശരീരം പ്രാപിക്കുമ്പോഴാണ് കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പ്രത്യാശയോടെ സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മുഖപുരകൾക്കൊന്നും സമയമെടുക്കുന്നില്ല, കാരണം എനിക്ക് എത്ര സമയം കിട്ടിയാലും ദൈവവചനം സംസാരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാൾ, ആവശ്യമില്ലാത്ത ചവറുകൾ പറഞ്ഞ് നേരം പോക്കുന്നതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പോകാം.
റോമാലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് കേൾക്കാം. റോമർ 5-ാം അധ്യായം 2-ാം വാക്യം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. മതി. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ യൂട്യൂബിലും വീഡിയോയിലും ഒക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ എന്ത് ചെയ്യണം? വേദപുസ്തകം എടുക്കണം. ഞാൻ സംസാരിക്കുന്ന അങ്ങനെ തന്നെ ആണോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഷമീർ കൊല്ലം അല്ല അവസാനത്തെ വാക്ക്, ദൈവത്തിൻ്റെ വചനമാണ് അവസാനത്തെ വാക്ക്. അപ്പം നമ്മൾ ആര് പ്രസംഗിച്ചാലും നമ്മൾ വേദപുസ്തകം പരിശോധിച്ച് അതങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പിച്ച്, ഇനി സംശയമുണ്ടെങ്കിൽ അതിൻ്റെ ഇണവാക്യം കണ്ടെത്തി വചനത്തെ വചനം കൊണ്ട് മനസ്സിലാക്കി വേണം നമ്മൾ അത് സ്വീകരിക്കുവാനായിട്ട്. കാരണം വേദപുസ്തകം പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അതിലൊന്നും ഇണയില്ലാതിരിക്കുകയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഏത് കാര്യവും 2 വാമൊഴിയാൽ ഉറപ്പാക്കാമെന്ന് പറഞ്ഞു. ഇപ്പം 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മൾ പരിശോധിച്ച് വേണം വേദപുസ്തകത്തിൽ വചനത്തെ മനസ്സിലാക്കുവാനായിട്ട്. ഞാൻ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വിശ്വാസ ജീവിതത്തിൽ കഴിഞ്ഞ 22 വർഷം കൃപയാൽ നിൽക്കാൻ ദൈവം ഇന്ന് വരെ സഹായിച്ചു. കഴിഞ്ഞ ചില കാലങ്ങളിൽ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു അമ്മ എൻ്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു, കൺവെൻഷൻ സ്ഥലത്ത് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വിട്ടു പോയേക്കല്ലേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തിരിച്ച് പോയേക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞു. എന്നാലും ഞാൻ തിരിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എവിടെ പോകണ്ടേ? ഇനി പോകാൻ വേറൊരു ദൈവമുണ്ടോ? വേറെ ഏത് ദൈവത്തിൻ്റെ അടുക്ക പോകും? അപ്പോൾ വിശ്വസിച്ചതും പഠിച്ചതും ഒക്കെ തെറ്റായിരുന്നെന്നും യേശു സത്യദൈവമാണെന്നും വിശ്വസിച്ചിങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ ഇത് വിട്ടിട്ട് പോകാൻ വേറൊരു ദൈവം വേണ്ടേ? അപ്പോൾ അങ്ങനൊരു ചിത്രമൊന്നും ഇല്ല. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള ചിത്രമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ വരുമോ ഇല്ലയോ എന്ന് ഞാൻ പിന്നാലെ പറയാം. ഈ വരുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ളതിൻ്റെ ഒറ്റ ഉത്തരം ദൈവത്തിൻ്റെ വചനമാകത്തുണ്ടായാൽ മതി. ഒന്നും വേറെ ഒരു കുറുക്കു വഴിയും വേണ്ട. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ മാക്സിമം ഭക്ഷിക്കുക, ഉദരം നിറയ്ക്കുക. വചനമകത്തുണ്ടെങ്കിൽ ദൈവമക്കളെ ഒരു കുറുക്കു വഴിയും വേണ്ട. ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും നമ്മളിവിടെ കുലുങ്ങാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്ത് വേണം. ഇന്ന് ഞാനിവിടെ പകലിൽ വേദനയോടെ നിൽക്കുന്ന കാര്യം എന്താ? ഇന്നത്തെ ആത്മീയ ലോകത്തെ കാണുമ്പോൾ വചനം സെക്കൻഡറി ആയി മാറിക്കൊണ്ടിരിക്കുക. മറ്റു പലതിനും 1-ാം സ്ഥാനം, ദൈവവചനം സെക്കൻഡറിയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, ഞാൻ സഭാ ചാർജ് എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ക്ഷണിക്കപ്പെടുന്ന ആരാധനകളിൽ സംബന്ധിക്കാനാണ് ഞായറാഴ്ച പലപ്പോഴും നാട്ടിലൊക്കെ ചർച്ചകളിൽ പോകുന്നത്. പലപ്പോഴും പോയി ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ ഇരുന്നങ്ങ് വിഷമിക്കും. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ദൈവവചനത്തിന് മാത്രം എന്തില്ല? സമയമില്ല. ആരാധനയുടെ നടുവിലും ചർച്ച എന്താണെന്നറിയാമോ? അടുത്ത ശനിയാഴ്ച മാസയോഗമാണ്. മാസയോഗത്തിന് ബിരിയാണി വേണോ അപ്പവും ബീഫും വേണോ എന്ന് ചർച്ചയാണ് സഭായോഗത്തിൻ്റെ അകത്ത്. അപ്പം ഒരാൾ പറഞ്ഞു ബീഫും നല്ലതാ, മറ്റേ ആൾ പറഞ്ഞു ബിരിയാണി നല്ലതാണ്. ചർച്ചയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പാസ്റ്റർ പറയും, സമയം പോയതുകൊണ്ട് നമുക്ക് വേഗത്തിലൊരു വാക്യം വായിച്ച് നിർത്താവുന്നത്. അപ്പം ദൈവവചനത്തിൻ്റെ സമയം അത് വളരെ ദുർലഭമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിന്ന് പരമാവധി വചനത്തിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൃപയാൽ നാം നിൽക്കുന്ന ഈ കൃപ, അതിന് മറ്റൊരു വാക്യം ഇണവാക്യമായി ഇങ്ങനെ പറയാം, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം. അപ്പൊ 2 സ്ഥലത്തും നാം ഈ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം ദൈവത്തിന്റെ കൃപയാണ്. 1 രൂപ മുടക്കിയില്ല, ഒരു നാണയത്തൂട്ട് ചെലവാക്കിയില്ല, ഒരു മെഴുകുതിരി കത്തിച്ചില്ല. സൗജന്യമായി അവൻ നമ്മെ നീതീകരിച്ചു, ഫ്രീ ആയിട്ട് എൻട്രി തന്നു. യേശുക്രിസ്തു മൂലം നാം ഈ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് റോമാലേഖനത്തിൽ പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഈ ലേഖനം? ഒരു മുഖവുര, ഒരു അടിസ്ഥാനം വിട്ട് നമുക്ക് അങ്ങോട്ട് കയറാം. എന്താണ് ഈ ലേഖനം? ഞാനിങ്ങനെ പറയാറുണ്ട് വിശ്വാസികളോട്, നിങ്ങൾ കർത്താവിൻ്റെ വരവോളം അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന കാലത്തോളം നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, ലേഖനം പഠിച്ചാൽ മതി. ലേഖനങ്ങൾ പഠിക്കണം. ലേഖനം പഠിച്ചാൽ
നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. അത്രയും ബലമുള്ള ഒന്നാണ് ലേഖനം. ഈ ലേഖനങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ലേഖനത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ഞാനൊന്ന് ഓടിച്ചു പറയാം, മനസ്സിലാക്കണമല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ശിഷ്യഗണത്തിന് അന്ത്യകൽപ്പന കൈമാറി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ആലോചന പറഞ്ഞു. ശിഷ്യഗണം ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് ചെന്നു. അവർ പാർത്ത മാളിക മുറിയിലേക്ക് വാങ്ങിപ്പോയി. അവരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അവരുടെ മേൽ ഇറങ്ങി വന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അവരാത്മാവിൽ ആരാധിച്ച അനന്തരം ആത്മാവ് നിറഞ്ഞവനായി ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. ആര്? പത്രോസ് ലീഗ പ്രസംഗിക്കാൻ. പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു പ്രസംഗം അങ്ങോട്ട് നടത്തി. ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ 2:37 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിച്ച്, അപ്പോസ്തലപ്രവൃത്തി 2:37. പത്രോസ് ലീഗായുടെ ആത്മാവിൽ നിറഞ്ഞുള്ള പ്രസംഗം കേട്ടപ്പോൾ കേട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് 37. വായിച്ച്. അപ്പോ ബൈബിളിൽ എഴുതിയിരിക്കുന്ന യേശു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആ ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിച്ചാൽ കേട്ടവർക്ക് എന്താ കൊള്ളുന്നത്? ഇക്കിളിയാണോ? പറ. കുത്താ കൊള്ളുന്നത്. അപ്പൊ ഇക്കിളി കൊള്ളുന്ന ആത്മാവൊന്നും പരിശുദ്ധാത്മാവ് അല്ല. മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്ന ആത്മാവൊന്നും പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് പത്രോസ് ലീഗായിൽ ഉണ്ടായിരുന്ന ആത്മാവ്. ആ ആത്മാവിൽ നിറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചകത്തോട്ട് കയറുന്ന വചനം അകത്ത് തുളച്ച് കയറിയപ്പോൾ എന്തുകൊണ്ടു? കുത്തുകൊണ്ടവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി ഉപദേശിയുടെ കൊങ്ങായ്ക്ക് പിടിച്ചെന്നാണോ? അല്ല. കുത്തുകൊണ്ടവർ നിലവിളിക്കുക ചെയ്യുന്നത്. അവർ കുത്തുകൊണ്ട് ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അപ്പൊ വചന കേൾവി ഒരു വ്യക്തിയിൽ എന്തുളവാക്കണം? മാനസാന്തരമുള്ള. അപ്പം നമ്മൾ ചോദിക്കും, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തിക്കോസി വന്നിരിക്കാൻ ഞങ്ങൾ ഇനിയും മാനസാന്തരപ്പെടണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആത്മനിറവിൽ ആരാധിക്കുന്നവർ ഓരോ ദിവസവും അനുദിനവും മാനസാന്തരപ്പെടണം. എല്ലാ ദിവസവും മാനസാന്തരത്തിലൂടെ പുതുക്കം പ്രാപിച്ചാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. അതിന്റെ വിശദാംശങ്ങൾ പിന്നാലെ തരാം. അപ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കാൻ പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പൊ ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞു, വേദപുസ്തകത്തിൽ മെഗാ ചർച്ച ഇല്ല. വേദപുസ്തകത്തിൽ മെഗാ ചർച്ച് ഇല്ല. നമ്മൾ പല ചർച്ചയിലും പ്രാർത്ഥികർത്താവ് ഞങ്ങളുടെ ഈ ചർച്ചിനെ ഈ ടൗൺ ചർച്ചാക്കി മെഗാ ചർച്ചാക്കി മാറ്റണം എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊന്നും കഥയൊന്നുമില്ല. വേദപുസ്തകത്തിൽ മെഗാ ചർച്ചൊന്നുമില്ല. ചെറിയ കൂട്ടമേ ഭയപ്പെടണ്ട, അങ്ങനെയാ പറഞ്ഞത്. അപ്പം ഇത് പറയാൻ കാര്യം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ, അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ലീഗ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എത്ര പേര് സ്നാനപ്പെട്ടു? 3000 പേർ. അപ്പോൾ അത് വലിയ ചർച്ചല്ലേ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി വിചാരിച്ചത് ഈ 3000 പേരെയും കൂടെ അവിടെ ഇരുത്തി ഒരു പാസ്റ്ററെ ആക്കി സ്വത്രാഴ്ച മേടിച്ചിരുന്ന പുള്ളിയുടെ ചിന്ത. അങ്ങനല്ല. പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ പെരുന്നാൾ കൂടാൻ വന്ന ആളുകളാണ്. അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവരെല്ലാം അവരവരുടെ സ്ഥലങ്ങളിൽ തിരിച്ചു പോവുകയും പോയിടത്തെല്ലാം കൂട്ടായ്മകൾ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അല്ലാതെ 3000 പേരെ അവിടെ ആക്കി ഒരു പാസ്റ്ററെ ആക്കി വെച്ച് പുള്ളി 3000 പേരുടെ സ്വത്രകാഴ്ച മേടിച്ചുകൊണ്ട് അവിടെ ഇരുന്നെന്നൊന്നും അല്ല. അപ്പൊ ഇത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നത്. എന്നാൽ മെഗാ ചർച്ച് വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഭൂമിയിലല്ല. ഈ ചെറിയ കൂട്ടം എല്ലാം കൂടെ കാഹളനാദത്തിങ്കിൽ എടുക്കപ്പെട്ട് കുഞ്ഞാടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത വലിയ പുരുഷാരമായി കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് മെഗാ ചർച്ച്. അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ ആമേൻ, അവരെ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നു. അവര് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് അങ്ങനെ പോയി. അതിന്റെ 47-ാം വാക്യത്തിലെത്തിയപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി. അപ്പോ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന കർത്താവിന്റെ അരുളപ്പാട് നിവർത്തിയായിക്കൊണ്ട് പുതിയ നിയമസഭ അവിടെ ആരംഭം കുറിച്ചു. സഭ എന്ന് പറഞ്ഞാൽ IPC ആണോ? സഭ അല്ല. AG ആണോ? സഭ അല്ല. ചർച്ച് ഓഫ് ഗോഡ് ആണോ? സഭ അല്ല. ഷാരോൺ ആണോ? സഭ അല്ല. ശാലേം ആണോ? സഭ അല്ല. ഇതെല്ലാം സംഘടനകളാണ്. IPC സഭയല്ല, ചർച്ച് ഓഫ് ഗോഡ് സഭയല്ല, ഷാരോൺ സഭയല്ല, AG സഭയല്ല. ഇതെല്ലാം സംഘടനകളാണ്. പക്ഷെ ഈ സംഘടനയ്ക്കകത്തെല്ലാം എന്തുണ്ട്? സഭയുണ്ട്. AGക്കകത്ത് സഭയുണ്ട്, IPCക്കകത്ത് സഭയുണ്ടെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അപ്പൊ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവർ IPCക്കകത്തുണ്ട്, AGക്കകത്തുണ്ട്, ഷാരോണിന്റെ അകത്തുണ്ട്, പിന്നെ ചർച്ച് ഓഫ് ഗോഡിന്റെ അകത്തുണ്ട്. അതാ സഭ. എന്ന് വെച്ച് ഈ IPC എല്ലാം സഭയാണോ? അല്ല. കാരണം അതിൻ്റെ അകത്ത് തന്നെ കസേരയ്ക്ക് അടിക്കുന്നവനില്ലേ? ഉണ്ട്. രാഷ്ട്രീയം കളിക്കുന്നവനില്ലേ? ഉണ്ട്. ഇതൊന്നും സഭയല്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഇതിലൊന്നും ഇടപെടാതെ
ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ കടന്നുപോയി, കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ വരവിനായി കാത്തിരുന്ന് വിശുദ്ധിയും വേർപാടും സൂക്ഷിച്ച് കുറുകി ചരങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം എല്ലാ സംഘടനയ്ക്കകത്തുമുണ്ട്. അതാണ് സഭ. കാഹളനാദം മുഴങ്ങുമ്പോൾ ഈ സഭയാണ് എടുക്കപ്പെടുന്നത്, സംഘടനയല്ല. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ സംഘടനാ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഭൂതം ഒരുത്തനെയും ഭരിക്കരുതെന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ? ചില ആളുകൾ ഗൾഫിൽ പോവുക, നാട്ടിൽ IPC, ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച IPC തപ്പി, അടുത്ത് വേറെ IPC ഇല്ലെങ്കിൽ പുള്ളി പോവുകയില്ല. AG കാരനാണ്, AG തപ്പി. ഒന്ന് ശരിയായ കാഴ്ചപ്പാടല്ലത്. രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾ ആരാധിക്കുന്നിടത്ത് പോയി ആരാധിക്കുക എന്നുള്ളത് ഉള്ളു. പിന്നെ നാട്ടിലൊക്കെ നമ്മൾ ഈ മെമ്പർഷിപ്പ് എടുക്കുക എന്തിനാ? സ്വർഗത്തിൽ പോകാനല്ല, ചത്താ കുഴിച്ചിടാനാ. റോഡിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, ചത്താ കുഴിച്ചിടണം. പിന്നെ കൊച്ചിൻ്റെ കല്യാണം വന്നാൽ നടത്താൻ ഒരു സഭ, അത്രയൊക്കെ ഉള്ളൂ. ഭൗതികമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നമ്മളിതൊക്കെ ചെയ്യുന്നതല്ല. ഇതിനൊന്നും വേദപുസ്തക അടിസ്ഥാനത്തിൽ സംഘടനയല്ല സഭ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. പോട്ടെ, വിഷയം അതല്ലാത്തതുകൊണ്ട് അവിടെ വിടുക. അപ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇത്രയും കാര്യം നമുക്കെല്ലാം അറിവുള്ളതാണ്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പിന്നെയും പുറപ്പെട്ടു പോയി കർത്താവിനെ പ്രസംഗിച്ചു. പോയ ഇടത്തെല്ലാം കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ദൈവം ഉറപ്പിച്ചു. ഇതിനൊന്നും നമുക്ക് എതിർപ്പില്ല. അത് അന്ന് നടന്നതല്ലേ, ഇന്നൊക്കെ അത് നടക്കുമെന്ന് ചോദിച്ചാൽ അന്നും നടക്കും, ഇന്നും നടക്കും, ദൈവമുള്ള കാലത്തോളം നടക്കും. എന്താ കാര്യം? ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും. അപ്പൊ ദൈവം അനന്യനാണെങ്കിൽ ദൈവപ്രവൃത്തി എന്താണ്? അനന്യമാണ്. ഇപ്പം നമ്മുടെ ഒരു അപ്പച്ചനോട് പറ, അപ്പച്ച ഞങ്ങളുടെ കൺവെൻഷൻ്റെ ഫ്ലയർ ഇവിടുത്തെ മതിലിൻ്റെ മേലെ കയറി ഒന്ന് വലിച്ചു കെട്ടിയെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ ചിരിച്ചോണ്ട് പറയും, കളിയാക്കണ്ടടാവേ, പണ്ടൊക്കെ കുറേ കെട്ടിയതാ, ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും ഒക്കുന്നില്ലടാവേ, വയസ്സായില്ലയോ എന്ന് പറയും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് മോശയുടെ കാലം തൊട്ട് എന്തെല്ലാം അത്ഭുതം ചെയ്ത ദൈവമാ, കർത്താവേ നീ എന്നെ സൗഖ്യമാക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുമോ, ഓ ആ കാലത്തൊക്കെ ഒത്തിരി ചെയ്തടാവേ, പണ്ടത്തെ പോലെ ഒന്നും ഏക്കുന്നില്ല, വയസ്സായില്ലയോ എന്ന് പറയുന്ന ഒരു ദൈവമാണോ? അല്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ ദൈവപ്രവൃത്തി അനന്യമാണ്. ഇന്നും ദൈവം പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്, അതിൽ ആർക്കും സംശയമില്ല. പക്ഷെ പെന്തക്കോസ്തുകാർക്ക് മനസ്സിലാക്കേണ്ടുന്ന ചില പഠനങ്ങളില്ലാത്തതാണ് ഇവിടുത്തെ പരാജയം. എന്താണ്? അന്ന് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു എന്നല്ലേ, അവർ സംസാരിച്ച വചനത്തെ ഉറപ്പിച്ചെന്നല്ലേ. അപ്പൊ അവിടെ നടന്ന മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തിനു വേണ്ടിയായിരുന്നു? സംസാരിച്ച വചനത്തെ ദേശത്തിന്റെ മുമ്പിൽ ശരിയാണെന്ന് ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തി. ഒന്ന്. രണ്ട്, ഇനി ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവം ചെയ്തത് ആരുടെ നടുവിൽ എന്തിനു വേണ്ടി എന്നുള്ളതൊന്നും നമ്മൾ ആരും പഠിക്കാൻ മെനക്കെടുന്നില്ല. ആരുടെ നടുവിൽ എന്തിനു വേണ്ടി? ഒന്നാമത്തെ ചോദ്യം ആരുടെ നടുവിൽ? ഉത്തരം യഹൂദന്റെ. യേശുവിനെ വാഗ്ദത്ത മശിഹയായി അംഗീകരിക്കാതെ അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ച യഹൂദന്റെയും യഹൂദനല്ലാത്ത സകലരെയും ബൈബിൾ വിളിച്ചിരിക്കുന്നത് എന്താ? ജാതികൾ എന്ന പ്രയോഗമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ യഹൂദന്റെയും ജാതികളുടെ മുമ്പിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. എന്തായിരുന്നു അവരുടെ പ്രസംഗ വിഷയം? ബിസിനസ് തകർച്ചയോ? ഭാരപ്പെടണ്ട. കടഭാരമോ? സങ്കടപ്പെടണ്ട. തലയിൽ മുഴയുണ്ടോ? ഇങ്ങ് പോരെ. അങ്ങനാണോ? ആണോ ദൈവമക്കളെ? അല്ല. അവർ പ്രസംഗിച്ചത് നിങ്ങൾ ക്രൂശിച്ചു തോന്നുന്ന ആ യേശു അവൻ തന്നെയാണ് മശിഹ, അവനാണ് രക്ഷകൻ, അവനല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല, അവനാണ് രക്ഷാമാർഗം. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. അതായിരുന്നു അവിടെ പ്രസംഗം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിരുന്നു അവിടെ പ്രസംഗത്തിന്റെ കേന്ദ്രബിന്ദു. ഇന്ന് പല പ്രസംഗവും കാണുമ്പോൾ സങ്കടപ്പെടുക, യേശു വന്നൊരു മരുന്നിന് പോലും ചുമ്മാ പറയുകയല്ല, പകരം എന്തെല്ലാം പറയുന്നു. ടച്ച്, ഫയർ, തൊടുന്നു, പിടിച്ചോ, ഫ്ലഷ്, ഇതാ കിടക്കുന്നു, എല്ലാം നെഞ്ചത്തടിച്ച് തലതല്ലിയൊക്കെ വീഴുന്നുണ്ട്. പക്ഷെ ഒരു മരുന്നിന് പോലും യേശു വരുന്നു എന്ന് കേൾക്കുന്നില്ല. കർത്താവാണ് രക്ഷകൻ എന്ന് പറയുന്നില്ല. അപ്പോൾ മറ്റൊരു സുവിശേഷം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പോട്ടെ, ഒന്നാമത് സങ്കടപ്പെട്ടൊക്കെയാണ് കേൾക്കുന്നത്. ഇതൊക്കെ പറയുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ലെന്ന് അറിയാം. പക്ഷേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനേ പറ്റുള്ളൂ. മനുഷ്യനെ പ്രസാദിപ്പിച്ച് പ്രസംഗിക്കാൻ ഒക്കത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുക. ആമേൻ. അപ്പൊ അതുകൊണ്ട് അവര് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവരുടെ മുമ്പിൽ വരച്ചു കാണിച്ചപ്പോൾ
അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം അത് ഉറപ്പിച്ചു. യഹൂദന്റെ മുമ്പിൽ അവൻ തന്നെയാണ് മശിക എന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തെളിയിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും പലരും ആരിൽ വിശ്വസിച്ചു? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അപ്പൊ സഭ ഉരുവായി. സഭ എന്ന് പറഞ്ഞാൽ യഹൂദൻ മാത്രമാണോ? അല്ല. ജാതി മാത്രമാണോ? അല്ല. യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ട കൂട്ടമാണ് ദൈവസഭ. അവിടെ സഭ സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെ പോയിടത്തെല്ലാം സഭയുണ്ടായി. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഇന്നും നടക്കണം. എവിടെ? ഈ സത്യം അറിയാതെ കിടക്കുന്ന ജനത്തിന്റെ നടുവിൽ നടക്കണം. അതാണ് വചനത്തിന്റെ വ്യവസ്ഥ. അങ്ങനെ നടക്കണമെങ്കിൽ കൃപാവരമുള്ള ഒരുത്തൻ അവരുടെ ഇടയിൽ പോകണം. കൃപാവരം എവിടുന്ന് പ്രാപിക്കണം? ദൈവസഭയ്ക്കകത്തുനിന്ന് പ്രാപിക്കണം. ദൈവസഭയ്ക്കകത്ത് ഉപവാസവും പ്രാർത്ഥനകളും നടക്കുമ്പോൾ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി തീർന്നിട്ട് സഭയ്ക്കകത്ത് നിന്ന് പ്രവാചകന്മാർ ഇതിന്റെ അകത്തു നിന്ന് എഴുന്നേൽക്കണം. രോഗശാന്തിയുടെ വരമുള്ളവൻ ഇതിന്റെ അകത്തു നിന്ന് എഴുന്നേൽക്കണം. ആമേൻ. വിവേചന വരമുള്ളവൻ ഇതിന്റെ അകത്തു നിന്ന് എഴുന്നേൽക്കണം. ഈ കൃപ ഇതിന്റെ അകത്തു നിന്ന് പ്രാപിച്ച് ഇതറിയാതെ കിടക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് പ്രവാചകൻ പോകണം, രോഗശാന്തിക്കാരൻ പോകണം. ഒരൊറ്റ രോഗി സൗഖ്യമായാൽ മതി, ആ പഞ്ചായത്ത് മുഴുവൻ രക്ഷിക്കപ്പെടും. ഈ പ്രവൃത്തിയാണ് നടക്കേണ്ടത്. പക്ഷേ വേദനയോടെ പറയാം, ഇത് ഇന്ന് കേരളത്തിലും അമേരിക്കയിലും ഒന്നും നടക്കുന്നില്ല. ഇത് നടക്കുന്ന ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ട്. നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരു ഫ്ലക്സിലും ഒരു ബാനറിലും ഒരു ടി വിയിലും യൂട്യൂബിലും ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട സാധുക്കളായ ദൈവദാസന്മാര് പല ഗ്രാമങ്ങളിലും പല ഗല്ലികളിലും ഒക്കെ അങ്ങോട്ട് ചെന്ന് മെന്റലായിട്ട് ചങ്ങലക്കിട്ട് കിടക്കുന്നവന് ചുമ്മാ ഒറ്റ പ്രാർത്ഥന, അവന് സുബോധം വന്നിട്ട് ഒരു ഗ്രാമം മുഴുവൻ രക്ഷിക്കപ്പെടുക. ഒരൊറ്റ പ്രാർത്ഥനയിൽ ഒരു ഗ്രാമം മുഴുവൻ യേശുവിന്റെ പിന്നാലെ ഇറങ്ങുന്നത് കൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ സംഘികൾ അഭിഷിക്തന്മാരെ കത്തിച്ചു കൊല്ലുന്ന. അറിയാവോ? ചുമ്മാ കളിയല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ കേരളത്തിലെ കൃപാവരക്കാരൊക്കെ എവിടെ പോവുള്ളൂ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമക്കളെ 500ഉം 1000ഉം രജിസ്ട്രേഷൻ ഫീസും മേടിച്ച് ഇതുപോലെ കഥകിന്റെ അകത്ത് കയറ്റി കഥകു അടച്ച് കൊളുത്തിട്ട് അകത്ത് കയറ്റി വെച്ച് അവരുടെ നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ് എന്നും പറഞ്ഞ് കൊട്ടൻ ചുക്കാതി പരിപാടിയായിട്ട് പെന്തിക്കോസുകാരുടെ ഇടയിൽ നിൽക്കുക. നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ, ഈ കൃപാവരം നിനക്കുണ്ടെന്നും നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ജനത്തിന്റെ നടുവിലോട്ട് ഇറങ്ങി യേശുവിനെ വെളിപ്പെടുത്തണം. ഈ പറയുന്ന ഒരൊറ്റ എണ്ണം അങ്ങനെ കൃപാവരമുള്ളവനായിരുന്നെങ്കിൽ കോവിഡ് വന്നപ്പോൾ മാളത്തെ കയറത്തില്ലായിരുന്നു. ഇത് പഠിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് വിമർശനമോ ഇത് കുറ്റം ഒന്നുമല്ല. ഇത് വചനത്തിന്റെ വ്യവസ്ഥയാ പറയുന്നത്. ദൈവിക കൃപാവരം ഇതിൻ്റെ അകത്തിരുന്ന് പ്രാപിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ദൈവിക കൃപാവരം നേടണം. പുറത്തിറങ്ങണം. ജനത്തിന്റെ നടുവിൽ കൃപ വെളിപ്പെടണം. അപ്പോൾ ജനം രക്ഷിക്കപ്പെടും. സഭയ്ക്കകത്ത് ആള് കയറും. അങ്ങനെയാ സഭ വളർന്നത്. 1-ാം നൂറ്റാണ്ട് പഠിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത്ര സന്തോഷമില്ലയോ? ആമേൻ. നോക്കേ, വിഷയത്തിലേക്ക് ഓടി വരിക. എന്താ ലേഖനങ്ങളെന്നാ പറയാൻ പോകുന്നത്. അപ്പൊ ഇവര് പ്രസംഗിച്ചിടത്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും വെളിപ്പെട്ടിടത്തെല്ലാം ജനം കർത്താവിൽ വിശ്വസിച്ചു. അവിടെ എല്ലാം എന്തുണ്ടായി? പറഞ്ഞേ, സഭയുണ്ടായി. ഈ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് എന്ത്? മനസ്സിലാക്കണം. ലേഖനങ്ങൾ ഈ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ലേഖനങ്ങൾ തുടങ്ങുമ്പോൾ അഡ്രസ് ചെയ്യുന്നത് ഗലാത്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, എഫേസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, കൊലോസ്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാർക്ക്, അല്ലേ? അപ്പം ലേഖനങ്ങൾ അഡ്രസ് ചെയ്യുന്നത് അകത്ത് വന്ന വിശുദ്ധന്മാർ. വിശുദ്ധൻ എന്ന് ബൈബിള് പറയുന്നത് ആരെയാ? സമുദായക്കാർ കാണിക്കുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പിടിച്ച് കണ്ണാടിക്കൂട്ടിലാക്കി ജംഗ്ഷനിൽ കൊണ്ടുവച്ച് ATM കൗണ്ടർ പോലെ കൗണ്ടർ പഠിച്ചിട്ട് ഇന്ന് മുതൽ ഇയാളെ വിശുദ്ധനാന്ന് പറയുന്ന പോലെ ആണോ ദൈവം ഒരാളെ അല്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ സ്വർഗം വിശേഷിപ്പിച്ച പദമാണ് വിശുദ്ധന്മാർ എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ വിശുദ്ധന്മാർക്ക് എഴുതിയാണ് ലേഖനങ്ങൾ. ചോദിക്കട്ടെ, ലേഖനങ്ങളിൽ സിംഹഭാഗവും എഴുതിയിരിക്കുന്ന ആരാ? പൗലോസ്. ആരാ പൗലോസ്? വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ, നിഴല് തട്ടിയ രോഗി സൗഖ്യമാകുന്ന കൃപാവരമുള്ള മനുഷ്യൻ, മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ച മനുഷ്യൻ, തന്റെ ഉറുമാല് കൊണ്ടിട്ടടത്ത് ഭൂതങ്ങൾ അലറിപ്പോകുന്ന നിലയിലുള്ള കൃപാവരമുള്ള അഭിഷിക്തനാണ് പൗലോസ്, അല്ലേ? ഈ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതി. എന്റെ ചോദ്യം നിങ്ങളോട്, ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയത് എഴുതിയോ? മൊത്തം വായിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, വായിച്ചിടത്തോളം പറ. എഴുതിയോന്ന്? മറിച്ച് എഴുതിയതോ? എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ഞാൻ ആരാ മോൻ? മരിച്ചവരെ ഉയർപ്പിച്ച എൻ്റെ കയ്യിലാണോ പണി?
ഞാൻ ചെന്നങ്ങോട്ട് കൈ വെച്ചതേ ഉള്ളൂ, അവൻ ചാടി എഴുന്നേറ്റ് നടന്നു, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് വല്ലതും പറഞ്ഞോ? ഉണ്ടെന്നില്ല ആരും പറഞ്ഞോ? എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. പൗലോസ് എന്താ പറഞ്ഞത്? എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചു. വിഷയം വിട്ടു. അതെന്നാ? അപ്പോസ്തല പ്രവൃത്തി എന്ന് ലേഖനം എഴുതുന്ന കാലമായപ്പം പൗലോസിന്റെ കൃപയൊക്കെ ആവിയായിപ്പോയോ? ഇല്ല. അകത്തു വന്നവനോട് അത്ഭുതമല്ല പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, അടയാളമല്ല പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, സൗഖ്യമല്ല പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അകത്തു വന്നവനോട് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, നിത്യത. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവസഭ വിടേണ്ടതിന് വിട്ടുകൊണ്ട് കർത്താവിന്റെ വരവിനായി വിശുദ്ധിയിലും വേർപാടിലും ഒരുങ്ങി ജീവിക്കണമെന്നുള്ള സന്ദേശമാണ് അകത്തു വന്നവന് ലേഖനത്തിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃപയില്ലെന്നാണോ? കൃപാവര ശുശ്രൂഷ ഇല്ലെന്നാണോ? അല്ല, അകത്തു വന്നവൻ ഇതല്ല ആവശ്യം. അപ്പൊ ഒരു ചോദ്യം വരും, അപ്പൊ അകത്തു വന്ന ഞങ്ങൾക്ക് രോഗം വന്നാലോ പാസ്റ്ററെ? എഴുതി വച്ചിരിക്കുന്നു, നിങ്ങൾ രോഗിയായി കിടക്കുന്നവൻ. അതൊന്നും വായിച്ചിട്ടില്ല. നമ്മളെ പലപ്പോഴും പ്രശ്നം എന്തെന്നറിയാമോ? ഈ രക്തസ്രാവക്കാരിയെ തൊട്ടത് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരുന്നില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനി കിടന്ന് കളിക്കുക. ഇപ്പുറത്തോട്ട് നമ്മൾ ഇനി വന്നാലും അപ്പോസ്തല പ്രവൃത്തി വരെ വരും, അതിൻ്റെ ഇപ്പുറത്തോട്ട് വരികയല്ല. നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. ലേഖനങ്ങളിൽ വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലേഖനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാണ്? വിശ്വാസികളെ അഡ്രസ്സ് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പൊ ലേഖനങ്ങൾ എഴുതി, ഈ ലേഖനങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന അകത്തു വന്നവനോട് പറയുകയാണ്, നിങ്ങൾ നിത്യതയ്ക്കായി ജീവിക്കണം. അപ്പൊ അകത്തു വന്നവനോട് എഴുതുക. ആകയാൽ ജഡത്തിന്റെ പ്രവർത്തികളോ, കേട്ടോണേ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ചാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഗലാത്യർ 5:19 വായിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളോട് അപ്പൊ ഒന്ന് പറഞ്ഞേ, ഈ നിങ്ങൾ ആരാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞ് 2 തമ്പേർ അടിച്ചു പൊട്ടിച്ച് 3ാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ച ടീമുകളാ. അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. അപ്പോൾ കമ്മിറ്റിക്കാർക്ക് ദേഷ്യം വന്നിട്ട്, ഇങ്ങേരെന്താ ഈ പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ഞങ്ങളെടുക്ക് ജഡത്തിന്റെ വല്ല ഗുണപ്പെടാത്ത ശങ്കരനോട് പോയി പറയടോ എന്ന് വല്ലതും പറഞ്ഞോ? അകത്തു വന്നവൻ ക്രമീകരിക്കപ്പെടണം. അപ്പൊ അകത്തു വന്നവനോടാണ് ഈ ഉപദേശങ്ങൾ ദൈവ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവസഭയ്ക്ക് ഉപദേശമുണ്ട്, പ്രമാണമുണ്ടോ? ഉണ്ട്. എവിടാ തെളിവ്? 2 തെസ്സലോനിക്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യത്തിലേക്ക് വേഗത്തിൽ വാ. 2 തെസ്സലോനിക്യ ലേഖനം 2:14-15 വേഗം വായിച്ച്. ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ച്. അപ്പൊ നിങ്ങളെ ഈ രക്ഷയിലേക്ക് കർത്താവ് വിളിച്ച് എന്തിനാന്ന് ഒരു പാസ്റ്ററിന്റെയും വ്യാഖ്യാനം കൂടാതെ എഴുതി വെച്ചിരിക്കുന്നു. എന്തിനാ? ഇവിടെ ഉണ്ടോ? താണ്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പൊ എന്തിനാ ഈ രക്ഷയിലേക്ക് വിളിച്ചത്? പറ. അതിനാ വിളിച്ചത്. നിന്നെ ഇവിടെ ഒരു കൊച്ചു അംബാനി ആക്കാനല്ല വിളിച്ചത്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ നിങ്ങളെയും കർത്താവ് വിളിച്ചതിന് 9 ഉദ്ദേശം ഇല്ല, 8 ഇല്ല, 7 ഇല്ല, 6 ഇല്ല, 5 ഇല്ല, 4 ഇല്ല, 3 ഇല്ല, 2 ഇല്ല. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നാം എല്ലാവരും കർത്താവിനോടുകൂടെ എടുക്കപ്പെടണം. അതിനാ വിളിച്ചേ. അതുകൊണ്ട് ആകയാൽ, അടുത്ത വാക്യം നോക്കിയേ, അടുത്ത വാക്യം. ആകയാൽ സഹോദരന്മാർ, ആകയാൽ എന്ന പദം അതുകൊണ്ട്, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഓർച്ച്. അപ്പം മഹത്വം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പറ. അറിഞ്ഞ സത്യത്തിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കണം. പകുതി വഴിക്ക് ഇട്ടേച്ചു പോകുന്നവനൊന്നും മഹത്വം പ്രാപിക്കുകയല്ല. ആകയാൽ ഉറച്ചു നിന്ന് വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ. അപ്പൊ ദൈവസഭയ്ക്ക് എന്തുണ്ട്? പ്രമാണമുണ്ട്. കുത്തഴിഞ്ഞ പുസ്തകമല്ല ദൈവസഭ. ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. വാക്കിനാലും എഴുത്തിനാലും. വാക്കിനാലുള്ള ഉപദേശം അപ്പോസ്തല പ്രവൃത്തി, എഴുത്തിനാലുള്ള ഉപദേശം ലേഖനങ്ങൾ, അത് ദൈവസഭയുടെ പ്രമാണമാണ്.
പ്രൈസലോ, മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അകത്തു വന്നവന്റെ പ്രമാണമാണ് ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളാണ് ദൈവസഭയോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്താ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, തികഞ്ഞു, ഇനി കർത്താവ് വരുന്നു, ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുക. ചുമ്മാതാന്ന്. സ്തോത്രം. ഇനി അതാ പറയാൻ പോകുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം സംസാരിച്ച് വണ്ടിക്കകത്തിരുന്നു. ഒരു സൈഡിൽ ഗാലറിയിലെങ്കിലും കിട്ടത്തില്ല എന്ന് അച്ചായൻ ചോദിച്ചു. ആമേൻ. നമുക്ക് ചിന്തിക്കാം, ബൈബിളിൽ നിന്ന് ചിന്തിക്കാം. ഞാൻ സ്നാനപ്പെട്ടല്ലോ, തികഞ്ഞല്ലോ. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ കുവൈറ്റിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്ററിന്റെ പ്രസംഗം സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കാറുണ്ട്, അതുകൊണ്ട് ഒരു സംശയം ചോദിക്കാൻ വിളിച്ച, എന്താന്ന് ചോദിച്ചു. അത് ഞാൻ കുവൈറ്റിൽ വന്ന് ജോലി ചെയ്യുക. ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ടതാ. പക്ഷേ പാസ്റ്ററിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ സ്നാനപ്പെടണമെന്ന് തോന്നി. അത് തെറ്റുണ്ടോയെന്ന് അറിയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരിക്കൽ സ്നാനപ്പെട്ടപ്പോൾ സ്നാനം എന്താണെന്ന് മനസ്സിലാക്കിയാണോ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചു. പിന്നെ അവർ പറഞ്ഞു അതൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഒരു സഭയിൽ പ്രാർത്ഥിക്കാൻ പോയി. എന്ത് പ്രാർത്ഥിക്കാൻ? കുവൈറ്റിലേക്ക് വിസ ശരിയാകണം, ജീവിതത്തിൽ ഒരു പ്രതീക്ഷ വേണം, അതേ ഉള്ളൂ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവിടുത്തെ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വിസ ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. പിന്നെ സ്നാനപ്പെട്ട വിസ ശരിയാകുമെങ്കിൽ പിന്നെ സ്നാനപ്പെടുന്നതിന് എന്താ തടസ്സം? അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. രക്ഷ എന്താണെന്ന് അറിയത്തില്ല, സ്നാനം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ എന്ത് കിട്ടി? വിസ കിട്ടി, ഇനി പോരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഓൺലൈനിലൂടെ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ട് വന്നപ്പോഴാണ് അകത്ത് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായത്, രക്ഷിക്കപ്പെടണമെന്നുള്ള ബോധ്യം ഉണ്ടായത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സ്നാനപ്പെട്ടോ, ഒരു കുഴപ്പമില്ല. രണ്ടാമത് സ്നാനപ്പെടുന്നതിനും വേദപുസ്തകത്തിൽ തെളിവുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 19. ആമേൻ. ശരിയായി സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ശരിയായി എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അതിന് തെറ്റൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചിന്ത രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, ഇനി കർത്താവ് വരുന്നു, പോന്നു, ഇതിനപ്പുറത്ത് ഇനിയിപ്പോൾ എന്താ, നമ്മൾ റെഡിയായി ഇരിക്കുകയല്ലേ പോകാൻ എന്നുള്ളതാണ് ചിന്ത. എന്നാ വേദപുസ്തകനല്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട, അന്യഭാഷ പറഞ്ഞത്, അമ്പയറടിച്ചു, പാട്ടുപാടി, ആരാധിച്ചു, സ്വോത്രകാഴ്ച കൊടുത്തു, കർത്താവ് പോകുന്നു എന്നാണെങ്കിൽ ബൈബിളിന്റെ പുസ്തകക്രമം യഥാക്രമം എങ്ങനെ വരണം? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി പ്ലസ് വെളിപ്പാട്, അങ്ങനെ വന്നാൽ മതി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അത്ഭുത അടയാളങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്, അന്യഭാഷയുണ്ട്, ഇനി കർത്താവ് വരുന്നു, പോന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ലേഖനങ്ങളുടെ ആവശ്യമില്ല. കാരണം ഈ ലേഖനത്തിൽ മുഴുവൻ മര്യാദയ്ക്ക് ജീവിക്കടാന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യം എന്താ? പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദ രക്ഷിക്കപ്പെട്ടവനോട്, അതിൻ്റെ ആവശ്യം എന്താ? അപ്പം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിപാടി കഴിഞ്ഞു, ഇനി കർത്താവ് വരെ ഞാനങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല മോനെ. അതിൻ്റെ അപ്പുറത്ത് ചില പ്രമാണങ്ങൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്താ പ്രമാണം? ഒന്ന്, രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, അവൻ മൂലം വിശ്വാസ ജീവിതത്തിലേക്ക് കൃപയാൽ സൗജന്യമായി പ്രവേശിച്ചവൻ ആ വിശ്വാസത്തിൽ നിലനിൽക്കണം. സ്തോത്രം. ഇപ്പം നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ തർക്കമുള്ളൊരു വിഷയമാണ് ഈ രക്ഷ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വിഷയം. ബ്രദറുകാർ പറയുന്നു രക്ഷ നഷ്ടപ്പെടത്തില്ല, പെന്തക്കോസ്തുകാർ പറയുന്നു രക്ഷ, ഇത് രണ്ടും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ എന്താണെന്ന് എൻ്റെ വീക്ഷണമാണ് പറയുന്നത്. നിങ്ങൾക്ക് പുസ്തകത്തിൽ പരിശോധിച്ചിട്ട് ശരിയെന്ന് തോന്നിയാലേ സ്വീകരിക്കാവൂ. എൻ്റെ വീക്ഷണം ഞാൻ പറയുക, യേശു ക്രിസ്തു ക്രൂശിലൂടെ ഒരിക്കലായി സ്ഥാപിച്ച രക്ഷ നിത്യമാണ്, ഒരു മാറ്റവും ഇല്ല, നിത്യമാണ്, സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്, ഒരു വിഷയമില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടവൻ ആ രക്ഷയുടെ അനുഭവത്തിൽ നിലനിന്നില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് രക്ഷയല്ല, നീ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് ഇനി ലളിതമായി മനസ്സിലാക്കാൻ ഉദാഹരണം പറയാം. പ്രാണൻ പോകുന്നവൻ പ്രാണഭയത്തിനു വേണ്ടി ഓടിക്കേറാൻ പഴയ നിയമത്തിൽ ഒരു ഇടമുണ്ട്. എന്താ? സങ്കേത നഗരം. കാലാവധി പറഞ്ഞിരിക്കുന്നത് വരെ സങ്കേത നഗരത്തിന്റെ അകത്ത് ഇവൻ നിന്നാൽ ഇവൻ സേഫാ. കാലാവധി തീരും മുമ്പ് ഇവൻ സങ്കേത നഗരത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവൻ ചത്താൽ അതിന്റെ അർത്ഥം സങ്കേത നഗരം സ്ട്രോങ് അല്ലെന്നാണോ? ആണോ? അല്ല, നീ ഇറങ്ങിപ്പോയി, നിന്റെ കുഴപ്പമാണ്.
കർത്താവ് ക്രൂശിലൂടെ നമുക്ക് തന്ന രക്ഷ നിത്യമാണ്, സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്. പക്ഷേ രക്ഷിക്കപ്പെട്ടവൻ ദൈവകൃപയിൽ നിലനിൽക്കണം. നിലനിന്നില്ലെങ്കിൽ രക്ഷയല്ല പൊളിയുന്നത്, നീ പൊളിഞ്ഞു പോകും, നീ നരകത്തിൽ പോകും. ഇനി ഈ പറഞ്ഞത് തെളിയിക്കാൻ വാക്യം ഉണ്ടോന്നാ എണ്ണി എണ്ണി പോകാൻ പോവുക വാക്യത്തിലൂടെ. അപ്പോസ്തലപ്രവൃത്തി 13:43 ചടപടയെന്ന് വായിച്ചോ. ഇനി എല്ലാം വാക്യത്തിലൂടെ ഉള്ള പോക്കാം. വായിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഇങ്ങോട്ട് നോക്കിയോ, ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു. ഈ വാക്യം ഒന്ന് വായിച്ചേ. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവര്. അപ്പൊ രക്ഷിക്കപ്പെട്ടവൻ എവിടെ നിൽക്കണം? ഈ കൃപയിലാണോ നിൽക്കുന്നതെന്ന് ഓരോ ദിവസവും പരിശോധിച്ചോണം. സ്തോത്രം. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ചർച്ചിന്റെ അകത്ത് കയറിയെന്ന് പറഞ്ഞിട്ടും ദൈവകൃപയിലാണോ നിൽക്കുന്നതെന്ന്. ഈ ദൈവകൃപയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതെ, ഞാൻ കർത്താവിൻ്റെ ദാസനൊന്ന് വന്നേ, ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ദൈവകൃപയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ഇച്ചിരി നേരത്തേക്ക് നമുക്ക് ഇദ്ദേഹത്തെ യേശുക്രിസ്തുവായിട്ട് ഒന്ന് ചിന്തിക്കാം, ചുമ്മാ ചിന്തയ്ക്ക്. ഇപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരോട് ചേർന്നെന്നാ ബൈബിൾ പറ? യേശുവിനോട്. അങ്ങനല്ലേ? ഇനിയിപ്പോ നമ്മൾ ആരുടെ കൂടെ ജീവിക്കുന്നത്? യേശുവിനോട് കൂടെ ജീവിക്കുന്നത്. അപ്പൊ യേശുവിനോട് കൂടെ ചേർന്നു. ഇനി ഈ കൃപയിൽ ഞാൻ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പുള്ളി പോകുന്നിടത്തെ എനിക്കിനി. അതാ വിശ്വാസ ജീവിതം. ഇദ്ദേഹം എല്ലാ സ്ഥലത്തും പോകത്തില്ല. ഇദ്ദേഹം ബാറിൽ പോവോ? യേശു പോവോന്ന് ഇല്ല. ഇപ്പൊ എനിക്ക് പോകാൻ പറ്റുമോ? ഇദ്ദേഹം പറയാം ബാഹുബലി റിലീസായിട്ടുണ്ട് എന്ന് പോവാ കാണാം. ഇദ്ദേഹം പോവോ? ഉണ്ടെന്നില്ല ആരും. ഇദ്ദേഹം പോവോ? ഇദ്ദേഹം പോവോ? ഞാൻ പറയാം കുഴപ്പമില്ലെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിന്നാൽ മതി, വാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഇദ്ദേഹം എന്ത് ചെയ്യും? പൊക്കോ. അപ്പൊ നമ്മൾ കൃപയിൽ നിന്ന് എന്ത് ചെയ്തു? ഇരുന്നോ ദൈവദാസൻ. കർത്താവിനോട് കൂടെ നടക്കുക. കർത്താവ് ഇത് കാണുമോ? എന്നാ എനിക്കും ഇത്. കർത്താവ് ഇത് കാണുമെങ്കിൽ എനിക്കും ഇത്. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. എന്റെ കൂടെ കർത്താവ് ഉണ്ടല്ലോ. ഞാൻ ആരോട് ചേർന്നു? കർത്താവിനോട് ചേർന്നു. ആകയാൽ ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ കട്ടളയിലിരിക്കുന്നതാണോ? വീട്ടിന്റെ അല്ല, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ യേശു നമ്മളിൽ ഇരിക്കുന്നു. അപ്പൊ യേശു ഇത് കാണുമെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം? കാണാം. യേശു ഇത് കേൾക്കുമെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം? കേൾക്കാം. അപ്പൊ കർത്താവിനോട് കൂടെ കൃപയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവേഷ്ടത്തിനായി ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം. സ്തോത്രം. നമ്മൾ ഇവിടെ വന്നിരുന്ന് പാട്ടൊക്കെ പാടി ആരാധിച്ചു, പാട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോയി, പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന് അങ്ങോട്ട് ഇരുന്ന് വെച്ചു, പിന്നെ നമ്മൾ നമ്മുടെ ലോകത്തിലോട്ട് ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ അവിടെ എല്ലാം കർത്താവ് വരുമെന്നാണോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പറഞ്ഞത് എവിടെ നിൽക്കണം? ദൈവകൃപയിൽ നിലനിന്നോണം കേട്ടോ എന്ന് പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിച്ചു. 14:22 നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു മഹത്വം പ്രാപിക്കണമെങ്കിൽ ഉറച്ചു നിൽക്കണമെന്ന് വായിച്ചില്ലേ ആദ്യം? ഇല്ലേ? അപ്പൊ ഇവിടെ ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു. എങ്ങനെ? ദൈവകൃപയിൽ നിലനിൽക്കണം. എന്തിന്? നാം പറ അനേകം കഷ്ടങ്ങളിൽ കൂടി അവിടെ കയറണം. ചേടാ, എന്നിട്ട് തങ്കു പറഞ്ഞ അങ്ങനല്ലല്ലോ, അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കാന്നാണല്ലോ പുള്ളി പറഞ്ഞത്. കഷ്ടമുണ്ടെന്ന് ഇപ്പൊ ആരാ എഴുതി വെച്ചേ? തങ്കു എന്തു പറഞ്ഞ നല്ല വിഷയം. ബൈബിള് പറയുന്നു നാം അനേകം ഈ കഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അത് നിങ്ങൾ നാട്ടിലുള്ള ഭാഷമാർക്കല്ലേ, അമേരിക്ക ഞങ്ങൾക്ക് കഷ്ടമൊന്നും ഇല്ല. ഈ കഷ്ടം എന്ന് പറഞ്ഞാൽ ചിലരുടെ വിചാരം ആരെങ്കിലും വന്ന് 2 അടി തരുന്നതോ ചീത്ത വിളിക്കുന്നതാണെന്നാണോ? അല്ല. നിത്യജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ ദൈവ കുഞ്ഞുങ്ങൾക്ക് കഷ്ടമില്ലേ? നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് പ്രതികൂലമില്ലേ? നിങ്ങൾ താമസിക്കുന്നിടത്ത് പ്രതികൂലം ഉണ്ടാവില്ലേ?
നിങ്ങളുടെ തലമുറ ഓർത്ത് നിങ്ങൾക്ക് പ്രതിസന്ധി വരാറില്ലേ? കുടുംബജീവിതത്തിൻ്റെ അകത്ത് പ്രതിസന്ധി വരാറില്ലേ? അപ്പോൾ ഒരു ദൈവ പൈതൽ ഇങ്ങനെ വിവിധമാകുന്ന മേഖലകളിലൂടെ അനുഭവിച്ചു പോകുന്ന കഷ്ടത്തിലൂടെയാണ് നാം കർത്താവിനോട് കൂടുതൽ അടുക്കുന്നത്. ആ കഷ്ടം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയും ആ അടുപ്പമാണ് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി അതിനെ ഒന്നുകൂടെ നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാനുള്ളൊരു വാക്യം പറയാം. മോനെ 2 തിമോത്തിയോസ് 3:12 ഒന്ന് ഇവിടെ ഒന്ന് കാണിച്ചേ. 2 തിമോത്തിയോസ് 3:12. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഉണ്ട്, കൊച്ചിവിടെ കാണിക്കും. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ തീരുമാനമുള്ളവർക്ക് എന്നാണോ മനസ്സുള്ളവർക്ക് എന്നാണോ? തീരുമാനമുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് കൈവെക്കാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പം കൈവെക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ തീരുമാനമല്ലയോ, ചിലപ്പോൾ തെറ്റിയെന്നൊക്കെ വരാം. അതുകൊണ്ട് തീരുമാനമുള്ളവരെന്ന് ചോദിക്കുന്നില്ല. മനസ്സിൽ ആഗ്രഹം വരാലോ, അതിന് തെറ്റില്ലല്ലോ. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കണം. അങ്ങനെ മനസ്സിലൊരാഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ സ്വത്രം പറഞ്ഞേ കാണട്ടെ. മനസ്സിലാഗ്രഹം ഉണ്ടോ? എൻ്റെ കർത്താവിൻ്റെ ഭക്തനായിട്ട് എനിക്ക് ജീവിക്കണം. തീരുമാനിച്ചോ നടപ്പിലാക്കുമെന്നൊന്നും അല്ലല്ലോ ചോദിച്ചത്. മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ആഗ്രഹമുള്ളവർക്കെല്ലാം എന്തുണ്ട്? ഈ ഉപദ്രവം മാറാനാണ് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. സഹിക്കാൻ മേല, പ്രതിസന്ധി, പ്രതികൂലം, ഉപദ്രവം, ഇത് മാറാൻ വേണ്ടി 3 ദിവസം ചുരുക്കി പറഞ്ഞാൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എന്ത് മാറണം? ഉപദ്രവം മാറണമെങ്കിൽ എന്ത് മാറണം? ഈ മനസ്സ് ഈ ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ എന്ത് ചെയ്യണം? മാറണം. അന്നേരം എന്ത് മാറും? കണ്ടോ? നിങ്ങൾ ഇത് വളരെ ഗൗരവമായി, വിശ്വാസ ജീവിതം തമാശയായി കാണല്ലേ, വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ അടുക്ക് വരുന്നവരെല്ലാം എന്താ പറയുന്നത്? നിന്റെ ഉപദ്രവം അഴിയാൻ പോവും, അതിന്റെ കെട്ടഴിയാൻ പോകും, നിന്റെ ബന്ധനം ഇപ്പൊ തന്നെ പൊട്ടിച്ചു കളയ. അങ്ങനെ പൊട്ടിക്കുന്നത് ഉപദ്രവമല്ല, കർത്താവിൻ്റെ ഭക്തനായി ജീവിക്കാനുള്ളതിൻ്റെ മനസ്സാ പൊട്ടിക്കുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉണ്ടാവും. ഉപദ്രവം എന്ന് പറഞ്ഞാൽ വഴി അങ്ങോട്ട് പോകുമ്പം സാഹിബ് നിന്നെ പിടിച്ച് അടിക്കുമെന്നല്ല ഉപദ്രവം. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഉപദ്രവം ഏൽക്കുന്നവരുണ്ട്. ഒരുപക്ഷെ പുറത്ത് സന്തോഷത്തോടെ ചർച്ച വന്നിരുന്ന് കയ്യും കൊട്ടി പാട്ട് പാടുമ്പോഴും അകത്ത് തിരമാല അടിക്കുന്ന പോലെ നീറുന്ന അനുഭവങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുണ്ട്. ആ സങ്കടവും ആ കണ്ണുനീരുമാണ് അവരെ എപ്പോഴും പ്രാർത്ഥിക്കാൻ, കർത്താവിനോട് ചേർന്നിരിക്കാൻ, വേദപുസ്തകം വായിക്കാനൊക്കെ അവരെ ശീലിപ്പിക്കുന്നത് ആ പ്രതിസന്ധിയാണ്. ആമേൻ. അതുകൊണ്ട് ആ പൗലോസ് പറഞ്ഞു, ഞാൻ കഷ്ടത്തിലിരുന്നത് എനിക്ക് ഗുണം, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ എനിക്കത് കാരണമായെന്ന്. പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ പഠനം കൂടുതൽ നടക്കുന്നത്. സ്തോത്രം. ഞാൻ വേഗത്തിൽ വിടുക. അപ്പൊ നിലനിൽക്കണം എന്നുള്ളതിന് 2 വാക്യം ഞാൻ വായിപ്പിച്ചു. പ്രവൃത്തി 13:43, 14:22. ഫിലിപ്പിയ ലേഖനം 4:1 അടുത്ത തെളിവ്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുള്ളതിന്റെ അടുത്ത തെളിവ്. അതുകൊണ്ട് ഇവിടെ നോക്കിക്കോ. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ. അപ്പൊ എന്ത് ചെയ്യണം? ദൈവകൃപയിൽ നിലനിൽക്കണം. ഉപദേശം സ്ഥാപിക്കുന്നത് ഏതെങ്കിലും ഒരു വാക്യം എടുത്തല്ലോ. ഇപ്പൊ 3 വാക്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചു, ഇനിയും വെക്കാം. കൊലോസ്യ ലേഖനം 1:23. കൊലോസ്യ ലേഖനം 1:23. ഇതെല്ലാം വിശ്വാസികളോടാ പറയുന്നത്. ഇങ്ങോട്ട് നോക്കിക്കോ. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശ. സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താ? നമ്മുടെ ഏക പ്രത്യാശ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വേഗത്തിൽ വരും. ആ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ 1 ഇളകാതെ, 2 അടിസ്ഥാനപ്പെട്ടവര്, 3 സ്ഥിരതയുള്ളവരുമായി, 4 വിശ്വാസത്തിൽ നിലനിന്നു കൊണ്ടാൽ എവിടെ നിൽക്കും? എവിടെ നിൽക്കും? അവന്റെ മുമ്പിൽ നിൽക്കും. അപ്പൊ നിലനിന്നില്ലെങ്കിലോ? മനസ്സിലായോ? അച്ഛാ പോക്കാന്ന് കിട്ടിയപ്പം. അപ്പൊ 1 ഈ പ്രത്യാശയിൽ നിന്ന് ഇളകരുത്, അടിസ്ഥാനം മറിയരുത്, സ്ഥിരത വിട്ടുപോകരുത്. വിശ്വാസത്തിൽ നിലനിന്നാൽ, അത്രയും കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് എവിടെ നിൽക്കാം? കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കാം. ഇല്ലെങ്കിലോ പോക്കാം. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്ക് ദൂത് എഴുതിയപ്പോൾ സഭയുടെ കുറവും
കുറ്റവും നല്ല വശങ്ങളും എഴുതിയിട്ടുണ്ട്. നല്ല വശങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എന്നോട് പലരും ചോദിക്കും, കുറ്റം പറഞ്ഞ് പ്രസംഗം, ഈ ആളുകളുടെ ചിന്തയാത് കുറ്റം പറയുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവെന്നാണോ? കുറ്റമെന്നാണ് എഴുതിയേക്കുന്നത്. കുറ്റം നിന്നെക്കുറിച്ച്, സഭയുടെ കുറ്റമൊന്നും അല്ലല്ലോ എഴുതി വെച്ചേക്കുന്നത്, വേറെ എന്തെങ്കിലും ആണോ? നമ്മുടെ കുറവുകളെ നമുക്ക് ബോധ്യം വരുത്തുന്നത് കുറ്റമാണെങ്കിൽ കുറ്റമാണ്. ഇനി പോട്ടെ, സഹോദരനെ പകയ്ക്കുന്നവൻ ആരാന്നാ ബൈബിൾ പറയുന്നത്? കുലപാതകം അല്ലേ? സഹോദരനെ പകയ്ക്കുന്നത് എന്താണ്? കുലപാതകമാണ്. അതേ പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്ക് ലേഖനം എഴുതിയ പറയാ, നിക്കലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു കുറവാ, കുറ്റമോ? അയ്യോ, നിക്കലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. വായിച്ചിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ മത്തായിയും മർക്കോസും വിട്ട് ഇപ്പുറത്തോട്ട് ഇറങ്ങണം. നിക്കലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നത് കൊലപാതകമെന്ന് എഴുതി വെച്ച പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത് ഓർക്കണം. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന കൂട്ടു സഹോദരനെ പകയ്ക്കരുത്. അതേസമയം ഉപദേശത്തിൽ തെറ്റി ജനത്തെ നശിപ്പിച്ചു കളയുന്ന ദുരുപദേശകരെ പകയ്ക്കുന്നത് സഭയുടെ നന്മ. മനസ്സിലായോ? നമ്മൾ പകച്ചാൽ പറയും, അയ്യോ അയാൾ പകയ്ക്കുന്ന ആളാ, കുറ്റം പറയുന്ന ആളാ, വിമർശിക്കുന്ന. പരിശുദ്ധാത്മാവ് പറയും, അങ്ങനെ ഒരു നന്മ നിനക്കുണ്ട്, സ്തോത്രം. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറഞ്ഞവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും ഞാൻ അറിയുന്നു. ഗുണവാട്ടലിൽ എഴുതിയത് അല്ലേ? തെറ്റായി പഠിപ്പിക്കുന്നവര്, ആ തെറ്റാണ് അവർ പഠിപ്പിച്ചത്, കള്ളപ്രവചനമാണ്, കള്ളന്മാരാണ് എന്ന് രക്ഷിക്കപ്പെട്ടവൻ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയും, ഗുഡ്, വെരി ഗുഡ്. മനസ്സിലായോ? അതേസമയം സഹോദരനെ പകയ്ക്കരുത്, രക്ഷിക്കപ്പെട്ട കൂട്ടു സഹോദരനെ പകയ്ക്കരുത്. ദൈവകൃപയിൽ നിലനിൽക്കുന്നവനോട് പിണങ്ങരുത്. ദൈവകൃപയിൽ നിലനിൽക്കുന്ന സഹോദരനെ ബലഹീനനാണെങ്കിൽ അവനെ ചേർത്ത് പിടിക്കണം, താങ്ങണം. ഉപദേശത്തിൽ അവന് കുറവുണ്ട്, അവന് പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷേ ദുരുപദേശം പറയുന്നവനോട്, ലേഖനത്തിൽ യോഹന്നാൻ പറഞ്ഞു, അവനോട് കുശലം പറക പോലും അരുത്. പച്ചയ്ക്ക് ലൈവിൽ വന്ന് ദുരുപദേശം പറയുന്ന ആളുകൾ അമേരിക്ക വരുമ്പോൾ നമ്മൾ ചെന്നിട്ട്, പ്രൈസ് ദി ലോർഡ് ബ്രദർ, ഞാൻ കാണാറുണ്ട് കേട്ടോ, നിന്റെ കാര്യം പോയി. കാരണം എന്താ? അടുത്ത വാക്ക്, അവനോട് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടാളി. കൂട്ടാളി എന്ന് പറഞ്ഞാൽ കൂട്ടുപ്രതി, നീയും പോയി. മനസ്സിലായോ? ഇതൊക്കെ പഠിക്കണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കേണ്ടി വരും. ഞാൻ വാക്യമല്ലാതെ ഒന്നും നിങ്ങളോട് സ്വന്തം വ്യാഖ്യാനം ഒന്നും ഇതുവരെ പറഞ്ഞില്ല കേട്ടോ, പറയത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. പരമാവധി ദൈവവചനം. ഞാൻ ബൈബിൾ കോളേജിലൊന്നും പോയി പഠിച്ച ആളല്ല, അതിനുള്ള അവസരം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി ബൈബിൾ കോളേജിൽ പഠിക്കുന്നത് കുറ്റമാണെന്നൊന്നും ഞാൻ പറഞ്ഞെന്ന് പറയരുത്. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന അനുഗ്രഹമാണ്. കാരണം ഒരു ചരിത്രപരമായ ഇസ്രായേലിനെ കുറിച്ച് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒരാൾ വന്ന് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് വിഷമിക്കും, പാസ്റ്റർ ഉത്തരം പറയും. പഠനമുള്ളതുകൊണ്ടാണ്. പഠിക്കാൻ അവസരം കിട്ടാതെ പോയ ഒരു കുറവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രസംഗിക്കുന്ന ഒന്നും ജ്ഞാനത്തിലോ കഴിവിലോ അല്ല, പരിശുദ്ധാത്മാവിലല്ലാതെ ഈ പൊരുൾ തിരിഞ്ഞു കിട്ടത്തില്ലെന്ന്. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞ ദൈവാത്മാവിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ ഉപദേശത്തിൻ്റെ പൊരുളുകൾ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ദൈവാത്മാവാണ് നമുക്കുള്ളത്. അന്ന് 2002 രക്ഷിക്കപ്പെട്ടു. ആ കാലങ്ങളിൽ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയിട്ട് തലയ്ക്കകത്ത് പുക പോലെ തോന്നിയതാണ് എനിക്ക്. പഴയ നിയമം എടുത്ത് വായിച്ചപ്പോൾ ഫറവോന്, പടയാളി, ചെങ്കടല്, തേര്, യുദ്ധം, രാജാവ്, രാജാക്കന്മാർ, ന്യായാധിപന്മാർ. തല വരുത്തിട്ട് പുതിയ നിയമം വായിക്കാമെന്ന് വെച്ചപ്പോൾ ഇവൻ ലവനെ ജനിപ്പിച്ചു, ലവൻ ഇവനെ ജനിപ്പിച്ചു, ഇവൻ ലവനെ ജനിപ്പിച്ചു. വല്ലതും തലയിൽ കയറണ്ടേ? ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ കാലങ്ങളോളം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഭയിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയപ്പോൾ അവിടുത്തെ ദൈവദാസൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സങ്കീർത്തനം വായിച്ചു. സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്നുള്ളൊരു വാക്യം കാതെ കേട്ടു. അത് കയറി കൊളുത്തിപ്പിടിച്ചു. എന്നിട്ട് അന്ന് തൊട്ട് പോയി ദൈവസന്നിധിയിൽ ഇരുന്ന് പറയാൻ തുടങ്ങി, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് എഴുതി വെച്ചേക്കുമല്ലയോ, എനിക്ക് പറഞ്ഞു തരോ, എനിക്ക് പറഞ്ഞു തരുമെന്നും പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച അറിവിൽ നിന്നുകൊണ്ടാണ് ഈ കാലങ്ങളായി ദൈവവചനം ജനത്തോട് സംസാരിക്കുന്നത്. എന്നാൽ ഇന്ന് ഉറക്കത്തിൽ വിളിച്ചും ഡബിൾ PhD എടുത്ത അണ്ണന്മാർ ഉറക്കത്തിൽ വിളിച്ച് ഒരു വിഷയം സംസാരിക്കാൻ ഇരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇരിക്കാൻ പറയും, റെഡി.
ഒറ്റ ഡിമാൻഡേ മുന്നോട്ട് വെക്കത്തുള്ളൂ, കയ്യിൽ വേദപുസ്തകം ഉണ്ടായിരിക്കണം. പിന്നെ ബാലരമ വായിച്ചിട്ട് എൻ്റെ അടുത്ത് വർത്തമാനം പറയാൻ വന്നാൽ ഞാൻ ഓടിക്കും. ബൈബിള് വേദപുസ്തകമാണ് അവസാനത്തെ വാക്ക്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ആമേൻ, ഇവിടെ പറയുകയാണ്, അങ്ങനെ നാം ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി ഈ ദൈവകൃപയിൽ നാം നിലനിന്നു കൊണ്ടാൽ എവിടെ നിൽക്കും? കർത്താവിന്റെ മുമ്പിൽ നിൽക്കും. ഇനി കൊലോസ്യ ലേഖനം 2:6-7 കൂടെ വായിക്കാം. നിലനിൽക്കണം എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ വായിച്ച് അടുത്ത ചിന്തയിലേക്ക് ഓടി വരാം. വേഗം വായിച്ചു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അടുത്തത്, അവനിൽ വേരൂന്നിയും ആത്മീയ വർദ്ധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പി. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവനോട് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞ ദൈവകൃപയിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം, കൃപയിൽ നിലനിൽക്കണം, കൃപയിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. ആമേൻ. അപ്പൊ എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പറയാൻ കാര്യം? നിലനിൽക്കണമെന്ന് എന്തിനാ പറഞ്ഞത്? തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ അങ്ങനെ അന്യഭാഷയൊക്കെ പറയും, അങ്ങനെ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടോ? നമ്മുടെ സ്വന്തം അഭിപ്രായം അല്ലല്ലോ നമുക്ക് ആവശ്യം, ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഇന്നാളെ ഞാൻ ഒരു ബ്രദറിലെ സഹോദരനോട്, ഞാൻ കുറ്റമായിട്ടല്ല പറയുന്നത്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സമൂഹമാണ് അവർ. കാര്യം വചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് അവരോട് ഇഷ്ടമാണ്. കാരണം ഈ ഒരുവിധമുള്ള മാക്രികളിയൊന്നും ആരുടെ ഇടയിൽ നടക്കത്തില്ല. ബ്രദറുകാരുടെ ഇവിടെ കയറി എന്ത് കോമാളിത്തരം കാണിക്കാം, പേ പിടിച്ച പോലെ കിടന്ന് കൂവാം, തുള്ളാം, ഇല്ലേ? ഇതൊന്നും അവിടെ നടക്കത്തില്ല. അവിടെ നിന്ന് വല്ല കോമാളിത്തരം കാണിച്ചാൽ ഇരിയടാ അവിടെ എന്ന് പറയാൻ ആണുങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ എന്തും നടക്കും, അങ്ങനെ ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്നാൽ ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ രക്ഷിക്കപ്പെട്ടവൻ തെറ്റിപ്പോകുമോ എന്ന് പറയുന്ന വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യത്തില്ല? തെറ്റി. അപ്പം ഈ ബ്രദറിനിൽ നിന്നൊരു സഹോദരൻ തെറ്റിപ്പോയതോ എന്ന് നമ്മൾ ചോദിച്ചാൽ ഉടനെ അവർ മറുപടി പറയും, അവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവൻ അല്ല. അപ്പം അവൻ പോകുന്നവരെ അവൻ ആരായിരുന്നു? രക്ഷിക്കപ്പെട്ടവനായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് കർത്തൃമേശയും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്, രക്ഷിക്കപ്പെടാത്തവൻ്റെ കയ്യിൽ നിന്ന്. എന്നാൽ പോയി കഴിയുമ്പോൾ പറയും അവൻ യഥാർത്ഥത്തിൽ. അപ്പൊ നമുക്ക് അവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, രക്ഷിക്കപ്പെട്ടവന് പിന്മാറിപ്പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ആദ്യം ഒന്ന് കണ്ടെത്താം, എന്നിട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള വചനത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 6-ാം വരിക. 6:4 മുതൽ വായിച്ചു. 4 മുതൽ, എബ്രായർ 6:4 മുതൽ. ഇങ്ങോട്ട് നോക്കിക്കോ, ശ്രദ്ധിച്ചോടെ കേട്ടോണം. ഈ വ്യാഖ്യാനം ഒന്നും വേണ്ട, എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവൻ ദൈവത്തിന്റെ, അടുത്ത വാക്യം കേട്ടോ, പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ദൈവരാജ്യത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, അങ്ങനല്ലേ പ്രയോഗം? ഓക്കെ. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ പോവുക, ശ്രദ്ധിച്ചോ. ആമേൻ. രക്ഷിക്കപ്പെട്ടവൻ പിന്മാറിപ്പോകുമോ എന്നുള്ളതാണ് ചോദ്യം, സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ബൈബിൾ ഉത്തരം തരികയാണ്, പിന്മാറിപ്പോയാൽ. അപ്പൊ സാധാരണ നമ്മൾ പറയുന്നത് അങ്ങനെ പോകുന്നവൻ ആരല്ല? രക്ഷിക്കപ്പെട്ടവൻ അല്ല. പക്ഷെ നമ്മൾ ഇതിന്റെ ആ 4-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. 4-ാം വാക്യം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിച്ചു. ഈ വാക്ക് ശ്രദ്ധിച്ചേ, എല്ലാവരും വായിച്ചോ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവനായവൻ. ആര്? ഈ പിന്മാറ്റക്കാരൻ. അപ്പൊ എന്റെ ചോദ്യം, രക്ഷിക്കപ്പെടാത്തവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമോ? പ്രാപിച്ചിട്ടുണ്ടോ ബൈബിളിൽ? സ്നാനപ്പെടാത്തവൻ പ്രാപിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് വന്നിട്ട് പിന്നീട് സ്നാനപ്പെട്ടവർ ബൈബിളിലുണ്ട്. രക്ഷിക്കപ്പെടാതെ ജാതിയായി ജീവിക്കുന്ന ഒരുത്തനിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന തെളിവ് വേദപുസ്തകത്തിലുണ്ടോ? ഇല്ല. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനാണ് ഇവിടെ എങ്ങോട്ട് പോയത്? പിന്മാറ്റത്തിൽ പോയവൻ. അപ്പൊ അവൻ രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ? രക്ഷിക്കപ്പെട്ടവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനല്ലേ. രക്ഷിക്കപ്പെടാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഒക്കുമോ? ഇല്ല. അപ്പൊ ഈ പോയവൻ ആരാ? രക്ഷിക്കപ്പെട്ട. അപ്പൊ രക്ഷിക്കപ്പെട്ടവന് പിന്മാറിപ്പോകാവോ? പോകാൻ സാധ്യതയുണ്ട്. എത്രയോ പേര് ഈ പോർക്കളത്തിൽ വീണുപോയി.
പിന്മാറിപ്പോയാൽ. പിന്നെ വായിക്കുന്നത് അവനെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിവുള്ളതല്ല എന്ന്. അപ്പോൾ ചിലർക്ക് ചിന്തിക്കും, അയ്യോ അവനെ ഇനി തിരിച്ചു വരത്തില്ലെന്ന്. അവനെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ പറ്റത്തില്ലെന്ന് എഴുതിയിരിക്കുക. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടാണ് ഇവൻ രക്ഷിക്കപ്പെട്ടത്. ഇനി അവന് മാനസാന്തരം അവൻ ആവശ്യമില്ല. അവൻ മാനസാന്തരപ്പെട്ടാണ് രക്ഷിക്കപ്പെട്ടത്. ഇനി അവന്റെ ആവശ്യം എന്താ? മടങ്ങി വരിക. അപ്പാ പിതാവേ, ഞാൻ നിന്നോടും ദൈവത്തോടും പാപം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വന്ന ആ മുടിയൻപുത്രനെ പോലെ നിലവിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മടങ്ങി വരിക എന്നുള്ളതാണ് അവന്റെ മുമ്പിലെ ഓപ്ഷൻ. ഈ മടങ്ങി വരാതെ ഈ പിന്മാറ്റത്തിൽ അവൻ തട്ടിപ്പോയാൽ അവനും സ്വർഗത്തിലിരിക്കുമെന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. അവൻ നരകത്തിൽ പോകും. സ്തോത്രം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ യോഗം തീരുമ്പോൾ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. വേഗത്തിൽ പോകാം. അപ്പൊ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. എഫേസ്യ ലേഖനം 4:14. ഒന്ന് നിലനിൽക്കണമെന്ന് പറഞ്ഞു. എന്തിന്? തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട്. അതിന്റെ തെളിവാണ് ഇനി പറയുന്നത്. എഫേസ്യ 4:14. വായിച്ചോ. അങ്ങനെ നാം ഇനി നോക്ക്, ഈ നാം ആരാ? ദൈവസഭ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. അപ്പോ മനുഷ്യരുടെ ചതി, ഉപായം, തെറ്റിച്ചു കളയുന്ന തന്ത്രം, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പ്രൈസല്ലോ. നമ്മളെ തെറ്റിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവകൃപയിൽ നിലനിൽക്കണമെന്ന് പറയുന്നത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു പോർക്കളത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ദൈവം എത്ര കൃത്യമായി ഇതൊക്കെ സഭയെ ഗൗരവമായി പഠിപ്പിക്കേണ്ട വിഷയമല്ലേ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട, അന്യഭാഷ പറഞ്ഞു, ഇനി കുഞ്ഞു കളിച്ചിരിക്കുക, കാഹളധ്വനിക്കും എന്നുള്ളൊരു ഉപദേശം പറഞ്ഞു. ഒരു വലിയ മാഗ്നറ്റ് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഇരുമ്പും തുരുമ്പും ചാടി പിടിക്കുന്നത് പോലെ. ചുമ്മാതാന്ന്. അങ്ങനെയൊക്കെ പോകുമെന്നും പറഞ്ഞല്ല ഇരിക്കുന്നത്. അങ്ങനൊന്നും പോവുകയല്ല. ഈ കൃപയിൽ നിലനിൽക്കുന്നവനെ അങ്ങോട്ട് പോകത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞവനെല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് പോകാനല്ല കർത്താവ് വരുന്നത്. ദൈവകൃപയിൽ നിലനിൽക്കണം, തെറ്റിപ്പോകാതെ നിലനിൽക്കണം. തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വാക്യം 1, 2 പത്രോസ് 3:17. 2 പത്രോസ് 3:17. അടുത്ത വാക്ക് 2 പത്രോസ് 3:17. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്ക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി 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 സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ. രക്ഷിക്കപ്പെട്ടവൻ വീണു പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുന്നറിയിപ്പ് കൊടുക്കുക. വീണു പോകാതിരിപ്പാൻ. വീണു പോയാലോ? ഗാലറിയിൽ ഇരിക്കുവോ അച്ഛാ? ഇല്ല. അതാ പറഞ്ഞത്, വീണു പോകാതിരിപ്പാൻ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസഭയ്ക്ക് ദൂത് എഴുതിയപ്പോൾ നല്ല വശവും ദോഷവശവും എല്ലാം കൃത്യമായിട്ട് എഴുതി. പക്ഷേ പരിശുദ്ധാത്മാവ് മറന്നു പോകാതെ 7 സഭയ്ക്ക് എഴുതിയ ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾക്കറിയാവോ? ഒരു പ്രയോഗം 7 സഭയ്ക്ക് എഴുതി. ഒരു പ്രയോഗം ഏതാ? ജയിക്കുന്നവന്. അതെഴുതി. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കാൻ കൊടുക്കും. ജയിക്കുന്നവന് സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ആമേൻ. ജയിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എന്ന് പറഞ്ഞ ആ വാക്ക്. ജയിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന്. അപ്പൊ ജയിക്കുന്നവന്റെ പേര് എന്ത് ചെയ്യത്തില്ല? ഓക്കെ. തോക്കുന്നവന്റെ പേരോ? അതുകൊണ്ടാണ് അങ്ങനെ എഴുതി. ഇല്ലേ, ആ വാക്യത്തിന്റെ എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്? തോറ്റ് പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? അതാ ഇവിടെ പറഞ്ഞത്. വീണു പോകാതിരിപ്പാൻ. ഈ സൂക്ഷ്മതയാ ദൈവസഭയ്ക്ക് വേണ്ടത്. നമ്മൾ ഇതിലോട്ടൊന്നും പോകുന്നില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടം വരും. നമുക്ക് ഈ ആത്മീയ രോഷം വരുമ്പോഴാ ദൈവമക്കളെ ചിലതൊക്കെ ഇച്ചിരി കഠിനമായി അങ്ങ് പ്രതികരിച്ചു പോകുന്നു. ദേഷ്യം കൊണ്ടല്ല. അകത്ത് നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാറില്ല. അതുപോലെ ചിലതൊക്കെ കാണും. ഞാൻ ബഹറിൽ ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് ഈ ജോലിക്കാരെല്ലാം കൂടെ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഗൾഫിലൊക്കെ, ക്യാമ്പ്. അതുപോലെ അവിടെ സഹോദരന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ഓടി വന്നു. അവരിങ്ങനെ പുള്ളി വന്ന് ആകെ വെപ്രാളം. എന്താണെന്ന് ചോദിച്ചു. പുള്ളിയുടെ പേഴ്സ് കാണുന്നില്ലെന്നുള്ളത്. സമാധാനമായിട്ട്
ശാന്തമായിട്ട് അവിടെ നോക്ക്, അത് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കി. ഈ പുള്ളിക്കാരൻ ഉടനെ മൊബൈൽ എടുത്ത് നാട്ടിലെ പ്രവാചകനെ വിളിച്ചു. പാസ്റ്റർ, എൻ്റെ പേഴ്സ് കാണാനില്ല, ഒന്ന് പ്രാർത്ഥിച്ച് പറയണം. പുള്ളി ഉടനെ അവിടുന്ന് 4 അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പരിധി വിട്ട് പോയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, ചായ കുടിക്കാൻ പോയായിരിക്കും വന്നോളൂ. എന്താ എന്നൊക്കെ ചെയ്യും. പേഴ്സ് കാണാതെ പോയി പ്രവാചകൻ. നാളെ ആരാണ്ട് പറഞ്ഞു, നല്ലപോലെ മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴിയാണ്, ഇപ്പൊ മുട്ട ഇടുന്നില്ല, എന്താന്ന് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കി. ടി വി കാണുന്ന നമ്പറിൽ മുഴുവൻ കുത്തി വിളിക്കുക. ഇവന്മാർ പഠിപ്പിക്കുന്ന പാട്ട് മുഴുവൻ തലയിൽ കയറിയിട്ട് ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ട് നടക്കുക. ഏതാണ് ശരി, ഏതാണ്? നീ പുസ്തകം വായിച്ചു നോക്ക്, ഇതിലുണ്ടല്ലോ ശരി. ഞാൻ പ്രവചനത്തെ ഒന്നും ഞാൻ തുച്ഛീകരിക്കുകയല്ല. ദൈവസഭയെ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾ ഇട്ടോണം, സകല കൃപാവരങ്ങളും ദൈവസഭയ്ക്ക് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ പ്രവചനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേദപുസ്തകം പറയും നേരോടെ നടക്കുന്നവർക്ക് അവൻ മുടക്കത്തില്ല. ഇവിടെ ഒരു സഹോദരൻ, പിന്നെ മോനെ എന്തുവാ കൊട്ടിയ മോന്റെ പേരെന്തുവാ? ബെൻ. നമ്മുടെ ബെന്നെ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ലെന്ന വാക്യം കണ്ടു. അപ്പൊ പുള്ളി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവകൃപയിൽ ജീവിക്കാൻ പുള്ളി അങ്ങ് തീരുമാനിച്ചു. നേരോടെ നടന്ന ദൈവം ഒരു നന്മയ്ക്കും മുടക്കം പുള്ളി അത്യാവശ്യം ദൈവത്തെ ആരാധിച്ചു, വലിയ സൂത്രങ്ങളൊന്നും ഇല്ലാതെ കർത്താവിനെ സേവിച്ചങ്ങ് പോകാൻ തീരുമാനിച്ചു. എന്റെ ചോദ്യം നിങ്ങളോട്, അങ്ങനെ ജീവിക്കുന്ന ബെന്നിനെ ദൈവത്തിന് അനുഗ്രഹിക്കണമെങ്കിൽ ഭൂമിയിൽ ഒരുത്തന്റെ റെക്കമെൻഡേഷൻ ദൈവത്തിന് ആവശ്യമുണ്ടോ? പറ. നേരെ അങ്ങ് ജീവിച്ചാൽ മതി, ഇല്ലേ? ഇനി അടുത്ത മാസം 15-ാം തീയതി, ജൂലൈ മാസം 15-ാം തീയതി ദൈവത്തിന് ബെന്നിനെ അനുഗ്രഹിക്കണം എന്നൊരു ചിന്ത ദൈവത്തിനുണ്ടെന്ന് അങ്ങ് വെച്ചോ. ഉദാഹരണം വെച്ചോ, ഉണ്ട്. 15-ാം തീയതി ബെന്നിനെ ദൈവം ചില മേഖലകളിൽ അങ്ങ് അനുഗ്രഹിക്കാൻ പോവാന്ന് വെച്ചോ, ഉദാഹരണം. അങ്ങനെ ദൈവം തീരുമാനിച്ചു. എന്റെ ചോദ്യം, ഇത് ഒരാഴ്ച മുമ്പ് പ്രവാചകൻ വന്നിട്ട് ബെന്നിനോട് പറയാ, അടുത്ത ആഴ്ച 15-ാം തീയതി ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഒരാഴ്ച മുമ്പേ പറഞ്ഞതുകൊണ്ട് ബെന്നിന് എന്തെങ്കിലും ഗുണമുണ്ടോ? പറ. ഉണ്ടോ? ഇനിയിപ്പോ ഈ പുള്ളി ഇത് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് 15 എന്നുള്ളത് ദൈവം 20 ആക്കുമോ? ഇല്ല. പിന്നെ ഇതൊക്കെ കൊണ്ടുള്ള നേട്ടം എന്താന്ന് പറ. നാളെ ഒരുത്തൻ പറഞ്ഞു 9, 8, 5, 4, 3, 4 ഒരു മൊബൈൽ നമ്പർ എന്നെ കാണിക്കുന്നു. അപ്പൊ ഒരുത്തൻ അവിടുന്ന് എഴുന്നേറ്റ് പൊങ്ങിക്കൊണ്ട് എന്നെ നമ്പറാന്ന് പറഞ്ഞു മുമ്പോട്ട് വന്നു. മൊബൈൽ നമ്പർ ഇവനെ കാണിച്ചെന്നാ പറയുന്നത്. മറ്റവൻ കരഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നു. സമ്മതിച്ചു. എന്റെ ചോദ്യം, ഇതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്ന എന്താ? ഈ നമ്പർ മാറ്റണമെന്ന്. ദൈവം നിന്റെ നമ്പർ എന്നെ കാണിച്ചു, ഓക്കെ, എന്താ ദൈവാത്മാവ് പറയുന്നത്? ഈ നമ്പർ ശരിയല്ല, മാറ്റണമെന്ന്. അതോ ഈ നമ്പറിനകത്ത് വല്ലതും പോലീസുകാർ വിളിക്കുമെന്ന്? എന്താ പ്രശ്നം? എന്താ? അല്ല, പ്രശ്നമൊന്നുമില്ല. പിന്നെ അല്ല, നിന്റെ മൊബൈൽ നമ്പർ ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ആരാ മോൻ? അതാ കാര്യം, അത്രേ ഉള്ളൂ വിഷയം. അപ്പൊ ഞാനൊരു സംഭവമാണെന്ന് തെളിയിക്കാനാണ് ഇവർ പാടുപെടുന്നത്. അതല്ല പ്രവചനം. ഇനി എന്താ പ്രവചനം? അടുത്ത മാസം 15-ന് ബെന്നിനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. പരിശുദ്ധാത്മാവ് അങ്ങനെ ചിന്തിക്കും. ദൈവാത്മാവ്, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ കൂടി ആലോചിച്ചു. അടുത്ത മാസം 15-ന് ബെന്നിനെ അനുഗ്രഹിക്കണം. സ്വർഗീയ കോടതി തീരുമാനമെടുത്തു, അനുഗ്രഹിക്കണം. അങ്ങനെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കുറിച്ച് രാമകൾ കുറ്റം ചുമത്തും അപവാദി ദൈവസന്നിധി നിൽക്കാൻ ചെന്നു. അവൻ പറയും, നീ നീതിയുള്ള ദൈവമാണെങ്കിൽ ബെന്നിനെ അനുഗ്രഹിക്കാൻ പാടില്ല. എന്നാ പ്രശ്നം? എന്നാ അവൻ നേരോടെ നടക്കുന്ന പൈതല, ദൈവ പൈതല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യമൊക്കെ ശരിയോ, കൊട്ടുന്നു പാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ കഴിഞ്ഞ ദിവസം അവന്റെ അമ്മയെ എന്ത് ചെയ്തു? അവൻ തല്ലി. പറയുക, ഇവൻ കുറ്റം ചുമത്തുക. നീ നീതിയുള്ള ദൈവമാണെങ്കിൽ അവനെ അനുഗ്രഹിക്കാൻ പാടില്ല. ദൈവം നീതിയുള്ളവനാ. ദൈവത്തിന് നീതി വിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറുവശത്ത് ബെന്നാരാ? വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് മോനാ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മോനാ. ദൈവത്തിന് സ്നേഹമുണ്ട്, പക്ഷെ നീതി വിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ദൈവത്തിന് ആരുടെ ആവശ്യം? പ്രവാചകന്റെ ആവശ്യം. ബെന്നിനെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പ്രവാചകനെ ബെന്നിന്റെ അടുക്കൽ അയക്കും. അത് ബെന്ന് ടി വി കണ്ട് കുത്തി വിളിക്കുന്നവനല്ല, ബെന്നിനെ അറിയാത്തവനെ അടുക്കൽ അയക്കും. അയച്ചിട്ട് പറയും, അടുത്ത മാസം നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ നീ നിന്റെ മാതാവിനെ തല്ലിയത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മനം തിരിഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മനസ്സിലായോ? ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവൻ രഹസ്യ ജീവിതത്തിലെ വിഷയം വന്ന് വെളിപ്പെടുത്തുമ്പോൾ ബെന്ന് നെടുമ്പാട് വീട് നിലവിളിക്കും. ഇനി ഞാനത് ആവർത്തിക്കത്തില്ല പറയും. അമ്മയോട് നിരക്ക് പ്രാപിക്കും. സ്വർഗീയ കോടതി എഴുന്നേക്കും. ഇനി വല്ലതും പറയാനുണ്ടോ? ഇല്ല. പിശാച് ലജ്ജിക്കും. ബെന്ന് അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ ക്രമീകരണം അങ്ങനെ. അതിന് പ്രവാചകം വേണം, വേണ്ടേ? വേണം.
പ്രവാചകൻ ദൈവസഭയിൽ വരുമ്പോൾ സഭ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ജീവിതത്തിൽ, എന്റെ അനുഗ്രഹത്തിൽ, എന്റെ വിടുതൽ, എന്റെ നിത്യതയ്ക്ക് തടസ്സമായിരിക്കുന്ന കുറവുകൾ എനിക്ക് വെളിപ്പെടുത്തണമേ. നമ്മുടെ കുറവ് പറയുന്നവനെ കൈ കൊടുത്തിട്ട് കൂട്ടായ്മ കൊടുക്കണം. മനസ്സിലായോ? നമ്മൾ അത് ചെയ്യുകയല്ല. തലേന്ന് രാത്രി ഭർത്താവുമായിട്ട് അടിയുണ്ടാക്കി, പിന്നെ കതകും പിടിച്ചടച്ച്, ഭർത്താവിനെ കാലാന്ന് വിളിച്ച് കതകും പിടിച്ചടച്ചേച്ച്, പിന്നെ പിറ്റേന്ന് രാവിലെ ചർച്ചയിൽ വന്നിരുന്നു അടിച്ച് അന്യഭാഷ പറയുമ്പോൾ പ്രവാചകൻ ഇങ്ങോട്ട് വന്നിട്ട് പറയാം, മകളെ നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എന്റെ ആത്മാവ് കണ്ടിരിക്കുന്നു. അപ്പോഴേ പെണ്ണുമ്പിള്ളക്ക് മാനസാന്തരമാണോ വരുന്നത്? അപ്പൊ കാലാന്ന് വിളിച്ചാലും വലിയ കുഴപ്പമൊന്നും ഇതല്ല. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം, സമയമായി എനിക്ക് മനസ്സിലായി, വേഗത്തിൽ നിർത്താം. ഈ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. ഒന്ന് നിലനിൽക്കണമെന്ന് പറഞ്ഞു, കാരണം തെറ്റിപ്പോകാൻ സാധ്യതകളുണ്ട്. മൂന്നാമത്തെ ഒരു ചിന്ത പറഞ്ഞിരിക്കാം, തെറ്റിപ്പോയവരാരെങ്കിലും ബൈബിളിലുണ്ടോ? 3 പേരെ കണ്ടിട്ടിരിക്കാം. 1 തിമോത്തിയോസ് 6:10. 3 പേരെ വായിച്ചിട്ടിരിക്കാം. 1 തിമോത്തിയോസ് 6:10. ഇതൊക്കെ മണിക്കൂർ ഇനി ഇഷ്ടം പോലെ ഉണ്ട് പറയാൻ, സമയത്തിന്റെ പരിമിതിയുണ്ട്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണം. ഇത് ചിലർ കാക്ഷിച്ചിട്ട് കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട അകത്ത് കയറിയവൻ ഏതു വിധത്തിലും പണമുണ്ടാക്കണമെന്ന ചിന്ത അകത്ത് കയറിയപ്പോൾ വിശ്വാസം വിട്ടുപോയി. ദ്രവ്യാഗ്രഹം, ഏതു വിധത്തിലും പണമുണ്ടാക്കണമെന്ന ചിന്ത അകത്ത് കയറിയാൽ ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയവനെ കുറിച്ചാണ് ഇവിടെ വായിച്ചത്. അതിനൊരു ഉദാഹരണം നിങ്ങൾക്കറിയാം. എലീശയുടെ ഉത്തമ അരുമ ശിഷ്യൻ ഗേഹസി, അല്ലേ? നയമാൻ സൗഖ്യമായപ്പോൾ പൊന്നും പണവും എല്ലാം കൊണ്ട് അങ്ങോട്ട് ചെന്നു. നയമാൻ പറഞ്ഞു, ഇത് വേണ്ട, ഇത് കൃപ നഷ്ടപ്പെടുത്തും, വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഗേഹസി ഇടവഴിയിലൂടെ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പുള്ളി നേരിട്ട് മേടിക്കത്തില്ല, എന്നെ അയപ്പിച്ചേക്കുന്നു, ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. കൃപ പോയിട്ട് കുഷ്ഠം ബാധിച്ചു. അറിയാമല്ലോ കഥയൊക്കെ, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ 1 ദ്രവ്യാഗ്രഹം അകത്ത് കയറിയപ്പോൾ വീണു പോയവൻ. 2 1 തിമോത്തിയോസ് 6:20 വായിച്ചു. 6:20. ഇവിടെ രണ്ടാമതൊരു കൂട്ടം തെറ്റിപ്പോ. എന്താ? ജ്ഞാനം അകത്തോട്ട് കയറിയപ്പം തർക്കത്തിനിറങ്ങി, സംവാദത്തിന്. മനസ്സിലായോ? എനിക്കെല്ലാം അറിയാന്നുള്ള ജ്ഞാനം കയറിയപ്പോൾ വഴിയെ പോകുന്നവനെല്ലാം സംവാദത്തിന് വിളിച്ചിട്ട് അവസാനം ഈ പുള്ളി ദൈവം ഇല്ലെന്നും പറഞ്ഞു പോയി. മനസ്സിലായോ? ഇന്നിപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും സംവാദം. വിശ്വാസികൾ ഇത് കേട്ട് കേട്ട് തല വരുത്തിട്ട് അതാണോ ശരി, ഇതാണോ ശരി എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ദൈവം ഇല്ലെന്ന് പറഞ്ഞു. പഠനം കൂടി, സംവാദത്തിനിറങ്ങി, തർക്കങ്ങൾക്കിറങ്ങി, കൃപ വിട്ടുപോയി. മനസ്സിലാവുന്നുണ്ടോ? 1 ദ്രവ്യാഗ്രഹം കയറി വിട്ടുപോയി. 2 ജ്ഞാനം കയറി തർക്കത്തിനിറങ്ങി വിട്ടുപോയി. 3 ആമേൻ വായിച്ചു. 2 തിമോത്തിയോസ് 2:18. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, ഇനി കുറെ വാക്യങ്ങളുണ്ട് സമയത്തിന്റെ. അതാണോ? അതെ, അതാ വാക്യം. ഉമനയോസും ഫിലാത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞെന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം. അപ്പൊ ഇവിടെ 2 പേരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇവര് വീണു പോകുന്ന എങ്ങനെന്നറിയാമോ? ഇവർ ഉപദേശത്തിൽ തെറ്റി. പുനരുത്ഥാനം ഇല്ലെന്ന്. നമ്മളൊക്കെ കാത്തിരിക്കുന്ന പ്രത്യാശ പുനരുത്ഥാനമാണ്. എന്നാൽ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിക്കുന്ന ഒരു കൂട്ടം കൃപയിൽ നിന്ന് വീണുപോയി. ഉപദേശത്തിൽ തെറ്റിയവര്. ഇന്ന് ചിലർ പറഞ്ഞ സഭ മഹോപദ്രവത്തിലൂടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാം ഉപദേശത്തിൽ തെറ്റിക്കിടക്കുക. മനസ്സിലാകുന്നുണ്ടോ? അവന്റെ ഉപദേശത്തിൽ തെറ്റിയവന്മാരുടെ പേര് എഴുതി വെച്ചു. എൻ്റെ അടുത്ത് ചിലർ ചോദിക്കും, ഈ പേര് പറയുന്നത് എന്തിനാന്ന്. ഒരിക്കൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നു. കർത്താവ് അവന് തക്കവണ്ണം പകരം കൊടുക്കും, നീയോ അവനെ സൂക്ഷിച്ചുകൊള്ളുക. അല്ലേ? അപ്പൊ ഈ പേര് പറയുന്നത് പാസ്റ്റർമാർക്ക് വിഷമമായതുകൊണ്ട് പൗലോസ് പേര് പറഞ്ഞില്ല എന്ന് വെക്കുക. ഇങ്ങനെ എഴുതി, ചെമ്പ് പണിക്കാരനായ ലവൻ, പേര് പറഞ്ഞില്ല, ചെമ്പ് പണിക്കാരനായ ലവൻ എനിക്ക് വളരെ ദോഷം ചെയ്തു. ലവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നു. ലവന് കർത്താവ് കൊടുത്തോളും, നീ ലവനെ സൂക്ഷിക്കുക. എഴുതി യവനെ. അപ്പൊ ദുരുപദേശം പറയുന്നവൻ ആരാണെന്ന് സഭയെ അറിയിച്ചെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവർ നമ്മുടെ വീട്ടിലോ സഭയിലോ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂ.
പകരം കൊടുക്കേണ്ടത് നമ്മളല്ല, പകരം കൊടുക്കേണ്ടത് കർത്താവ് കൊടുത്തോളും. നീയോ അവനെ സൂക്ഷിച്ചോളൂ. അപ്പൊ ദുരുപദേശകരെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് പേര് പറഞ്ഞ് സംസാരിക്കേണ്ടി വരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പുറത്തോട്ട് കയറിയ ആളുകൾ കുഞ്ഞ് ശരിയായ വിശ്വാസ യുഗത്തിൽ നിലനിൽക്കണമെങ്കിൽ സത്യം വിട്ട് നടക്കുന്നതിനെ ഒഴിഞ്ഞ് സത്യത്തിനു വേണ്ടി നിന്ന് നിത്യതയെ കാക്ഷിച്ചുകൊണ്ട് ദൈവകൃപയിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഇടവരും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. താൽക്കാലികമായി നിർത്തുന്നു. പഠിക്കാൻ ഇഷ്ടം പോലുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇനിയൊരു അവസരം